നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വലിയ വിസ്മയങ്ങൾ വരാനിരിക്കുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനെ തുടർന്ന് മാണി ഗ്രൂപ്പ് മടങ്ങി UDF-ലേക്ക് ചെല്ലുകയാണോ എന്ന ചർച്ച വളരെ സജീവമായിരുന്നു. പക്ഷേ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു ജോസ് കെ മാണി, ഞങ്ങൾ മടങ്ങിപ്പോകാൻ നിൽക്കുന്നവരല്ല എന്ന്. ഞങ്ങളെ ആട്ടിപ്പുറത്താക്കിയതാണ് UDF. അഭയം തന്നത് പിണറായി വിജയന്റെ പാർട്ടിയാണ്. അവിടെ നിന്ന് 5 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ എന്തിനു മടങ്ങിപ്പോകണം എന്ന് അദ്ദേഹം ചോദിക്കുന്നു. എന്നു മാത്രവുമല്ല, കേരള കോൺഗ്രസിന്റെ സ്വാധീന മേഖലകളിലെ ജീവിത പ്രശ്നങ്ങളിലെല്ലാം LDF സർക്കാർ ശരിയാവണ്ണമുള്ള നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു അദ്ദേഹം. ഏതെങ്കിലും നിലയിലുള്ള അതൃപ്തി ഇപ്പോൾ കേരള കോൺഗ്രസിന് രേഖപ്പെടുത്താനില്ല. അതേസമയം കൂടുതൽ പരിഗണന കിട്ടുമെന്ന ആത്മവിശ്വാസം LDF-ൽ നിന്നുകൊണ്ട് ജോസ് കെ മാണി പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. അതോടുകൂടി മാണി ഗ്രൂപ്പ്, മാണി സാറിന്റെ പാർട്ടി മടങ്ങി വരുമെന്ന കോൺഗ്രസിന്റെയും ലീഗിന്റെയും ആശ സമ്പൂർണമായും പൊലിഞ്ഞോ? അതോ ഇപ്പോഴും കേരള കോൺഗ്രസിന് മടങ്ങിച്ചെല്ലാൻ കഴിയുന്ന കാരണങ്ങൾ രൂപപ്പെട്ടു വരും എന്ന പ്രതീക്ഷ കോൺഗ്രസിന് ഉണ്ടോ? ഞങ്ങളങ്ങനെ അവസരത്തിനെത്തും മാറണമോ എന്നാണ് കേരള കോൺഗ്രസിന്റെ നേതാവ് ജോസ് കെ മാണി ചോദിക്കുന്നത്. ആ ചോദ്യം പക്ഷേ കേരളം അത്ര ഗൗരവത്തിലെടുക്കുമോ എന്ന സംശയം. കാരണം അങ്ങനെ മാറി മാറിയും പിളർന്നു മാറിയുമുള്ള വലിയ ചരിത്രം പറയാനുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അത്ര കനപ്പെട്ട കാരണങ്ങളുടെ പേരിലല്ലാതെയും വലിയ തീരുമാനങ്ങൾ എടുത്ത ചരിത്രം ആ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങളങ്ങനെ മാറുന്ന പാർട്ടിയല്ല എന്ന് പറയുന്നതിൽ സത്യത്തിൽ ആഴമുള്ള കഥയൊന്നുമില്ല. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3 മാസം മാത്രം ബാക്കി നിൽക്കെ ഞങ്ങൾ മാറുന്നില്ല എന്ന് കേരള കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നതോടെ UDF-ന് മുൻപിൽ ഒരു വെല്ലുവിളി ഉയർന്നു വരുമോ? തിരിച്ചുവന്ന് കരുത്തുകാട്ടി LDF-നെ തുണയ്ക്കുമോ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്? അതോ മാണി ഗ്രൂപ്പ് ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് രാഷ്ട്രീയമായി അവരുടെ ആത്മഹത്യാപരമായ തീരുമാനമാണോ? ആ പാർട്ടിക്കകത്ത് തന്നെ ഒരു വിഭാഗം ആളുകൾ UDF-ലേക്ക് മടങ്ങിപ്പോകണമെന്ന അഭിപ്രായമുള്ളവരാണ്. ആ അഭിപ്രായത്തിന് പക്ഷേ നേതൃത്വത്തിന്റെ പിന്തുണ കിട്ടിയില്ല. നേതൃത്വത്തിന്റെ പിന്തുണ എന്ന് പറയുമ്പോൾ റോഷി അഗസ്റ്റിനെ പോലെയുള്ളവർ കടുത്ത നിലപാടുമായി LDF-ന് മുൻനിൽക്കുന്നു. ആ പാർട്ടിക്കകത്ത് റോഷിയുടെ നിലപാടുകാർക്ക് റോഷി അഗസ്റ്റിന് കൂടുതൽ പ്രാതിനിധ്യവും അല്ലെങ്കിൽ കൂടുതൽ ശക്തിയും കൈവരുന്നതിന്റെ സൂചനയായി അതിനെ അടയാളപ്പെടുത്താൻ കഴിയും. പല ചോദ്യങ്ങൾ കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുണ്ട്. ഈ വിഷയം സംസാരിക്കുകയാണ് നമ്മൾ ഇന്ന് സ്പെഷ്യൽ എഡിഷനിൽ. എന്നോടൊപ്പം ഈ ചർച്ചയിലുള്ളത് ശ്രീ KS അരുൺകുമാർ, CPIM-ൽ നിന്ന് ശ്രീ സേനാപതി വേണു, കോൺഗ്രസ് നേതാവ് ദാമോദർ പ്രസാദ്, നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം ശ്രീ സേനാപതി വേണു, ഈ മാണി ഗ്രൂപ്പ് മടങ്ങി വരുമോ എന്ന ചോദ്യത്തോട് വളരെ പോസിറ്റീവായിട്ടാണ് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കൾ ഇതുവരെ പ്രതികരിച്ചു കൊണ്ടിരുന്നത്. എന്നു മാത്രവുമല്ല, മാണി ഗ്രൂപ്പിനെ മടക്കി കൊണ്ടുവരാനുള്ള വലിയ പരിശ്രമം ചില കേന്ദ്രങ്ങളിൽ ഉണ്ടായി എന്നതും നിസ്തർക്കമായ കാര്യം. നിങ്ങൾ വലിയ വിജയം മധ്യ കേരളത്തിൽ നേടിയതിനു ശേഷവും മാണി മടങ്ങി വരണം, മാണി ഗ്രൂപ്പ് മടങ്ങി വരണം എന്ന ആഗ്രഹമാണ് കുഞ്ഞാലിക്കുട്ടിയെപ്പോലുള്ള ആളുകൾ പങ്കുവച്ചും കണ്ടത്. പക്ഷെ നിങ്ങൾക്ക് കടുത്ത നിരാശയായി പോയോ? അല്ല, ഞങ്ങൾക്ക് അവിടെ നിരാശയുടെ ആശയുടെ ഒരു പ്രശ്നമില്ലല്ലോ. കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് ശേഷം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, ഈ 2 തെരഞ്ഞെടുപ്പുകളിലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മാണി ഗ്രൂപ്പ് ഇല്ലാതെ മധ്യ തിരുവിതാംകൂർ, പ്രത്യേകിച്ച് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലയുടെ ഭാഗങ്ങൾ ഞങ്ങൾക്കുണ്ടായ ഒരു വിജയം എന്ന് പറയുന്നത് അഭൂതപൂർവമായ ഒരു വിജയമാണ്. ആ വിജയം ഞങ്ങൾക്കുണ്ടായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 ഏപ്രിൽ നടക്കുമ്പോൾ ഞങ്ങൾക്ക് മാണി ഗ്രൂപ്പ് ഇല്ലാതെ തന്നെ വളരെ അനായാസമായി ജയിച്ചു കയറാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു. പിന്നെ മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് 1964 ഒക്ടോബർ 9 രൂപം കൊണ്ട് കോൺഗ്രസിൽ നിന്ന് പിളർന്നാണ് രൂപം കൊണ്ടതെങ്കിലും അവരുടെ ഒരു DNA കോൺഗ്രസുമായിട്ടാണ് എല്ലാ കാലഘട്ടത്തിലും, പ്രത്യേകിച്ച് മാണി സാറിന്റെ ജീവിത ചരിത്രം പരിശോധിച്ചാൽ 50 കൊല്ലക്കാലം, ചുരുങ്ങിയ ഒരു കാലം 80 to 82 എന്ന് പറയുന്ന ഒരു 18 മാസക്കാലം അല്ലെ 20 മാസക്കാലം മാത്രം ഇടതുപക്ഷത്തുണ്ടായിരുന്നത് ഒഴിച്ചാൽ ബാക്കി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസിനോട് ചേർന്ന് നിന്നു. കേരള കോൺഗ്രസിന്റെ ഒരു DNA അത് കോൺഗ്രസുമായി വളരെ അഭേദ്യമായ ബന്ധമുള്ള ഒന്നായതുകൊണ്ട് അങ്ങ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള കോൺഗ്രസിലെ വളരെയധികം അണികൾ അവർ UDF-ലേക്ക് തിരിച്ചു പോകണം, UDF-ന്റെ ഭാഗമാകണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം അവരുടെ മനസ്സിലുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും കൂടി എടുത്തിരിക്കുന്ന തീരുമാനം അവർ UDF-ലേക്ക് ഇല്ല എന്നുള്ളതാണ് എങ്കിൽ ആ തീരുമാനത്തിൽ അവർക്ക് നിൽക്കാം, അവരുടെ നേതാക്കന്മാർക്ക് നിൽക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇപ്പോൾ നിയമസഭയിലുള്ള കേരള കോൺഗ്രസിന്റെ 5 സീറ്റ്, ഒന്ന് ഞങ്ങളുടെ ഇടുക്കി ജില്ലയിൽ നിന്ന് ശ്രീ റോഷി അഗസ്റ്റിൻ, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാറ്, ചങ്ങനാശ്ശേരി, റാന്നി, ഈ 5 സീറ്റിൽ മത്സരിച്ച് നിലവിലുള്ള MLA-മാരും അടുത്ത നിയമസഭയിൽ ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് അവർ നിയമസഭയിൽ എത്തില്ല എന്ന് ഈ ചർച്ചയിൽ ഞാൻ ഇപ്പോൾ പറയുമ്പോൾ, KPCCയുടെ വക്താവ് എന്ന നിലയിൽ അഡ്വക്കേറ്റ് സേനാപതി വേണു പറയുമ്പോൾ ഇപ്പം നമുക്കതൊരു പറച്ചിലായിട്ട് കാണാം. പക്ഷേ ഒരു 3 മാസം 90 ദിവസം വേണ്ടി വരികയില്ല, 60-65 ദിവസത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. അത്
ആ MLA-മാരിൽ ചിലർക്കെങ്കിലും നല്ല ബോധ്യമുണ്ട്. ഇപ്പോൾ പ്രമോദ് നാരായണനും അദ്ദേഹം പണ്ട് CPI ആയിരുന്നു, അതിനുശേഷം ഞങ്ങളുടെ കൂടെ കുറെ കാലം വന്നു, പിന്നെ കേരള കോൺഗ്രസിലേക്ക് പോയി, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം. അടുത്തത് റോഷി അഗസ്റ്റിൻ. ഈ രണ്ടുപേരാണല്ലോ എതിർക്കുന്നത്. ബാക്കി 3 ആളുകൾക്കും വളരെ കൃത്യമായിട്ട് അവർക്കത് ബോധ്യമുണ്ട്. ആ ബോധ്യം അവരുടെ അടുത്ത് നിൽക്കുന്ന ആളുകളുമായി അവർ പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് UDF-ലേക്ക് പോരണം അല്ലെങ്കിൽ UDF-ൽ ചേരണം എന്നുള്ള ഒന്ന് അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ ചർച്ചയുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും കാരണത്താൽ ശ്രീ പിണറായി വിജയന്റെ സമ്മർദ്ദത്തിലോ അല്ലെങ്കിൽ CPM-ന്റെ സമ്മർദ്ദത്തിലോ അവരിടതുപക്ഷത്ത് നിന്നോട്ടെ, ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല. ഞങ്ങൾക്ക് മധ്യ തിരുവിതാംകൂറിൽ അവരെക്കാൾ എത്രയോ മടങ്ങ് വോട്ട്, അവർ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് വോട്ട് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. ഞാൻ ഇടുക്കിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഒറ്റ കാര്യം കൂടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇടുക്കി അസംബ്ലി നിയോജക മണ്ഡലം, റോഷി അഗസ്റ്റിൻ മന്ത്രിയായിരിക്കുന്ന മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകൾ, 9 ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക്, ഞങ്ങൾക്ക് വേറൊരു പാർട്ടിയുടെ സഹായമില്ലാതെ ഞങ്ങൾ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു. ഒരു മുനിസിപ്പാലിറ്റി, കട്ടപ്പന മുനിസിപ്പാലിറ്റി, കോൺഗ്രസ് ഒറ്റയ്ക്ക് ഞങ്ങൾ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു. 2 ബ്ലോക്ക് പഞ്ചായത്ത്, അതും ഇദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിന്റെ കീഴിലുള്ള ആ 2 ബ്ലോക്ക് പഞ്ചായത്തിലും കോൺഗ്രസ് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ 9 ഗ്രാമപഞ്ചായത്ത്, 2 ബ്ലോക്ക് പഞ്ചായത്ത്, ഒരു മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ 3 ജില്ലാ പഞ്ചായത്ത് സീറ്റുകൾ വരുന്ന ഇതിൽ ഞങ്ങൾ സമ്പൂർണമായ വിജയം ഇടുക്കിയിൽ നിന്ന്, അവരുടെ മന്ത്രിയുടെ മണ്ഡലത്തിൽ നിന്ന് നേടിയിരിക്കുന്നു. ഞാൻ അവിടെ ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അടുത്ത തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെക്കുറിച്ച് ഒരാശങ്കയുമില്ല. വേണമെങ്കിൽ അവർക്ക് വരാം, ഞങ്ങൾ അവരെ സ്വീകരിക്കും, സന്തോഷം. കാരണം UDF-ന്റെ ഒരു DNA അവരിലുണ്ട് എന്നുള്ളത് കൊണ്ട്. ഇനി അവരെന്തുകൊണ്ടാണ് മുന്നണി വിട്ടത് അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഭാഗം അവസാനിപ്പിക്കാം. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ഈ ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പും തമ്മിലുള്ള തർക്കം ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെയും തിരുവഞ്ചൂറിന്റെയും ബെന്നി ബെഹനാന്റെയും കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഒക്കെ നേതൃത്വത്തിലാണ്, അവരിരുന്ന ചർച്ചയിലാണ് ധാരണയുണ്ടാകുന്നത്. ഒരു ടേം കഴിയുമ്പോൾ അത് ജോസഫ് ഗ്രൂപ്പിന് കൊടുക്കണം. അത് പാലിച്ചില്ല. അത് പാലിക്കാത്തതുകൊണ്ട് ഒരു മുന്നണി മര്യാദ നിങ്ങൾ പാലിച്ചിട്ടില്ല എന്നൊരൊറ്റ കാര്യം പറഞ്ഞ് അതിന്റെ പേരിലാണ് അവർ മുന്നണിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ജെന്റിൽമാൻ എഗ്രിമെന്റ്, UDF-ന്റെ മുഴുവൻ നേതാക്കളുടെ സാന്നിധ്യത്തിൽ വെച്ച ഒരു എഗ്രിമെന്റ് പാലിക്കപ്പെടാതെ പോയതിലാണ് അവർ UDF വിട്ട് പുറത്തു പോകേണ്ടി വന്നത്. ഇപ്പൊ ആ സാഹചര്യമില്ല, അവർക്ക് തിരിച്ചു വരാം. ഞങ്ങൾ അവരെ ആ കാര്യത്തിൽ സ്വാഗതം ചെയ്തു എന്നതുകൊണ്ട് ഞങ്ങൾ അവരെ മാടി വിളിച്ച് അവരുടെ പുറകെ നടന്ന് നിങ്ങൾ വരണമെന്ന് പറഞ്ഞ് ഒന്നും ഞങ്ങൾ അവരുടെ പുറകെ നടക്കുന്നില്ല. അവർക്ക് അവരുടെ രാഷ്ട്രീയ തീരുമാനം എടുക്കാം, ആ രാഷ്ട്രീയ തീരുമാനത്തിൽ അവർക്ക് മുന്നോട്ട് പോകാം. പക്ഷേ അവരുടെ അണികൾ ഈ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോഴേക്കും അത് നേതാക്കന്മാരുടെ ഒരു പാർട്ടിയായി മാത്രം അവശേഷിക്കുമെന്ന് ഞാൻ അങ്ങേ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ ആദ്യ ഫേസ് ചർച്ചയിൽ ഞാൻ ആ കാര്യം സൂചിപ്പിക്കുന്നു. ശരി, അതിനകത്ത് ഈ കേരള കോൺഗ്രസിന്റെ നേതാക്കൾ വന്നിട്ടില്ലെങ്കിലും അണികൾ ഞങ്ങളുടെ താല്പര്യത്തിനൊപ്പം നിൽക്കുന്നു, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ളവർ തോന്നുന്നു. എൻ്റെ ചോദ്യം, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ സിഗ്നൽ കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് മാണി ഗ്രൂപ്പ് അങ്ങനെ ഒരു തുറന്ന ആലോചന നടത്താത്തത്? അങ്ങനെ ധാർമ്മികമായി LDF-നൊപ്പം ചേർന്ന് പോയല്ലോ എന്ന വിചാരമായിരിക്കുമോ? അതോ ആ പാർട്ടിക്കകത്ത് വേറെ ചില ഇന്റേണൽ ബ്ലോക്സ് ജോസ് കെ മാണിയെ ഭരിക്കുന്നുണ്ടാവുമോ ശ്രീ സേനാപതി? അല്ല, അതിൻ്റെ അകത്ത് ഇന്നിപ്പോ ശ്രീ ജോസ് കെ മാണിയുടെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിന്റെ വോട്ട്, ഇടതുപക്ഷം മീൻസ് CPM-ന്റെ വോട്ട് കിട്ടേണ്ട പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് വോട്ട് കിട്ടിയിട്ടില്ല. അത് തെരഞ്ഞെടുപ്പിന് ശേഷമാണല്ലോ അവർക്ക് ബോധ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് അളക്കാനുള്ള മാനദണ്ഡമോ ബാരോമീറ്ററോ ഇല്ലാത്തത് കൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം അവർ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ തന്നെ അവർ പരിശോധന നടത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായിരിക്കുന്നു വോട്ടിൽ ചോർച്ചയുണ്ടായിരിക്കുന്നു. അപ്പോ ഇടതുപക്ഷത്തിന്റെ വോട്ട് കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഇവരുടെ സ്വന്തം വോട്ടുകളിലും ചോർച്ചയുണ്ടായിരിക്കുന്നു എന്നുള്ളത് പാലാ അസംബ്ലി നിയോജക മണ്ഡലത്തിനുള്ളിൽ വരുന്ന പല ഗ്രാമപഞ്ചായത്തുകളിലും ഉണ്ടായ റിസൾട്ടുകൾ അതാണ് അവരെ ഭയപ്പെടുത്തുന്നത്. അവിടുത്തെ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള ഉണ്ടായിരിക്കുന്ന റിസൾട്ട് അതാണ് അവരെ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ട് അത് അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവരുടെ മുൻനിര നേതാക്കൾ അല്ലെങ്കിലും മധ്യവർഗ നേതാക്കളും, അതായത് സെക്കൻഡ് റാങ്ക് ആൻഡ് ഫയൽ, അവരിപ്പോഴും തീർച്ചയായും ഉത്കണ്ഠയിലാണ്. കാരണം പല ത്രിതല പഞ്ചായത്ത് സീറ്റുകളിലും അവർ പ്രതീക്ഷിച്ച വിജയം കിട്ടിയില്ല എന്ന് മാത്രമല്ല ഏറെ പിന്നോക്കം പോകേണ്ട ഒരു സാഹചര്യം അവർക്കുണ്ടായി എന്നുള്ളത് അവർക്ക് ബോധ്യമാണ്. അതുകൊണ്ട് ഇനി അവർ വരുവോ വരാതിരിക്കുവോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ച. അവർ വന്നാലും വന്നില്ലെങ്കിലും അവരുടെ അണികളിൽ നിന്നും അവരുടെ വോട്ട് ബാങ്കിൽ നിന്നും വലിയൊരു ചോർച്ച ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് നമുക്ക് ദാമോദർ പ്രസാദ്, ഈ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പൊ അതിനകത്ത് തന്നെ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. കാരണം നമ്മൾ മടങ്ങിപ്പോകാൻ സമയമായിരിക്കുന്നു, അതിൻ്റെ സൂചന നമ്മുടെ വോട്ടേഴ്സ് നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്ന അഭിപ്രായം പറയുന്ന നേതാക്കൾ അതിനകത്തുണ്ട്. പക്ഷേ ഫൈനലി ജോസ് കെ മാണി തീരുമാനം പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾ LDF-നൊപ്പം ഉറച്ചു നിൽക്കും, CPIM-നൊപ്പം ഞങ്ങൾ ഉറച്ചു നിൽക്കും എന്നതാണ്. ഇപ്പോൾ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് അതിൻ്റെ അധികാരത്തിൻ്റെ സാധ്യതകളെ മുൻനിർത്തിക്കൊണ്ടുള്ള മാറ്റങ്ങളിൽ അതിന് വലിയ ഒരു പുതുമയൊന്നുമല്ല. പക്ഷേ ഇവിടെ ഒരു അഡമൻ്റായ പൊസിഷൻ അവരെടുക്കുകയാണ്. ആ തീരുമാനത്തെ എങ്ങനെ കാണുന്നു? വന്നേക്കുമെന്നൊരു വിചാരമൊക്കെ പൊതുവെ UDF നേതാക്കൾക്ക് ഉണ്ടായിരുന്നല്ലോ. എഡമൻ്റ് ആണോ സ്റ്റാൻഡ് എന്നുള്ളത് നമുക്ക് എത്ര തീർത്ത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ
ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നിയാലും ഈ കേരള കോൺഗ്രസിന് കെ എം മാണി നേതൃത്വം കൊടുക്കുന്ന കാലത്ത് ഒരു ദൂരത്തിലെങ്കിലും ഒരു രാഷ്ട്രീയ ഒരു പ്രതിഷേധ സ്വഭാവം കൊടുക്കാൻ സാധിച്ചിരുന്നു. കർഷക പ്രശ്നങ്ങളും മലയോര കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ജോസ് കെ മാണി നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയത്തിനില്ല, ഒരു പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും പറയുന്നില്ല. അതൊരു മുന്നണിയുടെ ഭാഗമായി നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രധാനപ്പെട്ട കാര്യം ഈ രാഷ്ട്രീയ പാർട്ടി ജോസ് കെ മാണിയുടെ ഭാവിയെ ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ അതിൻ്റെ തർക്കം എനിക്ക് തോന്നുന്നു UDF ആയിട്ടൊക്കെ ഉണ്ടാവുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം പാലാ സീറ്റിൽ മത്സരിക്കാൻ അവസരം കിട്ടിയാൽ 1000 നീക്കുവെപ്പ് കഴിഞ്ഞ ദിവസം നടത്തി മാണി സി കാപ്പ സംബന്ധിച്ച് നമ്മൾ വല്ലം കേട്ടു. ആ ചർച്ചയൊക്കെ നടന്ന് നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടതാണ്. ഇത് നിഷേധിക്കപ്പെട്ട യാഥാർത്ഥ്യം നടന്നതാണ്. ആ സീറ്റ് UDF എഷുർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മനംമാറ്റമൊക്കെ ഉണ്ടാവും. എന്തായാലും പാലാ സീറ്റിൽ നിന്നാൽ ജയിക്കാനുള്ള സാധ്യത വളരെ പരിമിതമാണെന്നൊരു ധാരണ പൊതുവിൽ അദ്ദേഹത്തിനും ഉണ്ടാവും. UDFൻ്റെ ഒരു മറ്റു രീതിയിലൊക്കെ മാണി സി കാപ്പൻ്റെ സ്വാധീനവും മറ്റ് കേരള കോൺഗ്രസ്സിലൊക്കെ ജോസ് കെ മാണി തോൽപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ അതിനുള്ള കേട്ടു ആന്റണി രാജുയുടെ ഒഴിവുന്ന മണ്ഡലത്തിലേക്ക് ഒരുപക്ഷെ ജോസ് കെ മാണി മാറ്റപ്പെടുന്നു പറഞ്ഞു. LDF ചെയ്യാൻ സാധ്യത CPM. കാര്യം പാലയിൽ നിന്ന് ജോസ് കെ മാണിനെ അപ്രൂവ് ചെയ്യാമെന്ന് CPM ഒരു താല്പര്യം ഉണ്ടായിരിക്കും. കാര്യം ആ നേതൃത്വത്തിൻ്റെ ആവശ്യം CPM ഭാവിയിലില്ല. സത്യസന്ധ CPM പോലും LDF പോലും CPM ഈ ജോസ് കെ മാണിൻ്റെ ലീഡർഷിപ്പിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് അവിടെ നിന്ന് ഈ പാലയിൽ നിന്ന് അദ്ദേഹത്തെ അപ്രൂവ് ചെയ്തുകൊണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് മത്സരിച്ചാൽ പിന്നെ ഒരു അപ്രൂവഡായിട്ട് രാഷ്ട്രീയമാണ്, അതിന് വലിയ ഭാവിയൊന്നുമില്ല. അതുകൊണ്ട് ആത്യന്തികമായി ഈ തെരഞ്ഞെടുപ്പെന്ന് എനിക്ക് തോന്നുന്ന കാര്യം ജോസ് കെ മാണിയുടെ ഒരു രാഷ്ട്രീയ ഒരു അതിജീവനത്തിൻ്റെ അന്ത്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പിലേക്കാണ് നീക്കൊണ്ടിരിക്കുന്നത്. കാര്യം പാലയാണ് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. പാല ജയിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് രാഷ്ട്രീയ ഭാവിയുള്ളൂ. അത്രയേ ഉള്ളൂ കേരള രാഷ്ട്രീയം തൽക്കാലമായിട്ട്. അപ്പോൾ അത് കിട്ടാത്തോളം കാലം അയാളുടെ രാഷ്ട്രീയ ഭാവി വളരെ ഇതായിരിക്കും. അതേസമയം റോഷി അഗസ്റ്റിനെ പോലൊരു ആൾ മന്ത്രി നിലയ്ക്ക് മന്ത്രിവശോരോടെ സ്വാധീനം ചെലുത്തുകയും ഒരുപക്ഷെ അയാൾക്ക് തിരിച്ചു വരാനുള്ള സാധ്യത നിലനിൽക്കുകയും അതൊരു വലിയ ശക്തിയുടെ അകത്തുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ ജോസ് കെ മാണിന് മുമ്പിൽ ഒറ്റ വഴിയേ ഉള്ളൂ. അങ്ങോട്ടും പോകുമ്പോൾ ഇങ്ങോട്ടും പെട്ടതൊരു ഒരു ദയനീയ അവസ്ഥ ആൾക്കുണ്ട്. ഒന്നീ റോഷി അഗസ്റ്റിൻ്റെ ഒപ്പം നിൽക്കണം, പറഞ്ഞിരിക്കണം, അതിന് കീഴ്പ്പെട്ട് നിൽക്കണം, അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാൻ പാല പോലെ അവിടെ UDFന് എഷുർ ചെയ്യാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ധാർമ്മിക പ്രതിസന്ധിയിൽ, അത് ധാർമ്മികമൊന്നുമില്ല, രാഷ്ട്രീയ പ്രതിസന്ധിയിൽ പെട്ടുകിടക്കുന്ന, ധർമ്മസങ്കടത്തിൽ പെട്ടുകിടക്കുന്ന ജോസ് കെ മാണിയുടെ ദയനീയ അവസ്ഥയാണ് നമ്മളിത് കാണുന്നത്. അതേസമയം തന്നെ ഒരു കൺവിൻസിങ് ആർഗ്യുമെൻറ്റ്, ഇപ്പം ഇത് എന്തൊക്കെ തന്നെ രാഷ്ട്രീയമാണെങ്കിലും ഇപ്പോൾ CPMനെ സംബന്ധിച്ച് പബ്ലിക്കിന് കൺസ്യൂം ചെയ്യാവുന്നൊരു കാര്യം അവർക്ക് പറയാൻ പറ്റും. ഇതിപ്പോൾ ജോസ് കെ മാണി പബ്ലിക്കിന് ഇലക്ഷൻ ആസന്നമായ സാഹചര്യത്തിൽ എന്താണ് പറയുക? അവസരവാദം DNA രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിന് എന്ത് പറയാൻ പറ്റും? ഒന്നും പറയാൻ പറ്റില്ല. കാര്യം എന്തുകൊണ്ട് LDF ഞങ്ങൾക്ക് പാലേ സീറ്റ് കിട്ടി, എനിക്ക് വീണ്ടും ജയിക്കണം, എനിക്ക് മന്ത്രികളെ ഇങ്ങനെ കൊതി മൂത്ത് നിൽക്കുകയാണ്, അതുകൊണ്ട് UDF അധികാരത്തിൽ വരാൻ സാധ്യത ഇപ്പോൾ പുതിയ ഇതനുസരിച്ച് അതുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് കൺവിൻസിങ് ആർഗ്യുമെൻ്റ് അല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതിജീവനവും ഈ പ്രത്യേകിച്ച് അവസരവാദം, ഈ പരസ്യമായിട്ട് ഒരു തീവ്ര അവസരവാദം എന്ന് സക്കറിയ പരസ്യം നമ്മുടെ എഴുത്തുകാരൻ സക്കറിയ പറയുന്നൊരു വാക്കുണ്ട്, തീവ്ര അവസരവാദം. അത് പറഞ്ഞാൽ തീവ്ര അവസരവാദം പ്രകടിപ്പിക്കാനും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങനെ ദയനീയാവസ്ഥയിൽ പെട്ടുകിടക്കുന്ന ഒരു ജോസ് കെ മാണിയുടെ സങ്കീർണമായ സങ്കടകരമായ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ അയാൾ സ്വയം വരുത്തി വെച്ച അവസ്ഥയായിരിക്കും. നിങ്ങളെപ്പോഴും ഓർക്കുണ്ടാവും ഈ UDF പണ്ട് രാജ്യസഭാ സീറ്റ് കൊടുക്കുന്നതിന് വന്നിട്ട് ഈ UDFനും കോൺഗ്രസ്സൊക്കെ വലിയ തർക്കമുണ്ടായിരുന്നതാണ്. VT ബൽറാനെ പോലെ യുവ നേതാക്കളൊക്കെ അന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് കൊടുക്കുന്നതിന് ഉമ്മൻചാണ്ടിക്ക് ശക്തമായിട്ട് അവരുടെ നേതൃത്വത്തിനെതിരെ സംസാരിക്കുകയും അങ്ങനെ ഉമ്മൻചാണ്ടി പിടിയാലേ ജോസ് കെ മാണിക്ക് സീറ്റ് വാങ്ങിക്കൊടുത്തൊരു ചരിത്രമൊക്കെ കോൺഗ്രസിനുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ചരിത്രമായിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം കെ മാണി വന്നിട്ട് ബാർക്കോഴ ആ പ്രശ്നം കേരളത്തിൽ ആരാണ് ഉയർത്തിക്കൊടുക്കുന്നത്, അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചർച്ചയായി മാറിയത് എങ്ങനെയാണ്, അതുപോലെ ടെലിവിഷൻ മുഖരിതമായത് എങ്ങനെയാണ്, ആ തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയം എന്തുകൊണ്ടാണ്, അതിനുശേഷമാണല്ലോ ഈ കാലുമാറ്റവും അവസരവാദപരമായ നീക്കമൊക്കെ നടക്കുന്നത്. പക്ഷേ കേരള കോൺഗ്രസിന് പക്ഷേ അത്രയും ഒരു നിലപാടിലൊന്നും വലിയ അങ്ങനെ ഒരു എന്താ പറയുക രാഷ്ട്രീയമായിട്ട് അവർക്ക് അതിൻ്റെ ഒരു ദൃഢതയൊന്നും പ്രകടിപ്പിക്കാൻ മറ്റൊരു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയോ ഇപ്പോൾ ഈ മുന്നണിയിൽ ഇപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടി അല്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടി കേരള കോൺഗ്രസ്സാണുള്ളത്. പണ്ട് നേരത്തെ സേനാപതി വേണു സൂചിപ്പിച്ച പോലെ ഒരു 80 ആ തുടക്കകാലഘട്ടത്തിലുണ്ടെങ്കിൽ കൂടി യാഥാർത്ഥ്യത്തിൽ ഇപ്പോൾ LDF മുന്നണി നോക്കുകയാണെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഇടതുപക്ഷമായിട്ട് ഒരു നാച്ചുറൽ അലയൻസിന് സാധ്യതയുണ്ട്. CPI ആയിക്കോട്ടെ, RJD ആയിക്കോട്ടെ, ജനതാദൾ എസ് ആയിക്കോട്ടെ, അവർക്കെല്ലാം തന്നെ ഒരു പൊളിറ്റിക്കൽ അലയൻസിന് സ്കോപ്പുണ്ട്. കാര്യം അവരൊക്കെ ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇതിന് ഇടതുപക്ഷ രാഷ്ട്രീയമില്ല, സോഷ്യലിസ്റ്റ് രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. അപ്പോൾ ആ ഒരു കോൺഗ്രസ് പാരമ്പര്യ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മധ്യതിരുവിതാംകൂർ പ്രവർത്തിച്ച രാഷ്ട്രീയ പാർട്ടി നിലയ്ക്ക് അതിൻ്റെ ഒരു പ്രശ്നം അതാണ്. പക്ഷേ കെ മാണി തീർച്ചയായിട്ടും അതിനൊരു മലയോര കർഷകരുടെ രാഷ്ട്രീയ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കറിയാം ഇതൊക്കെ CPM ആയിട്ട് ഈ ബന്ധം ആരംഭിക്കുന്ന ആസിയൻ കരാറിൻ്റെ സംഭവത്തൊക്കെ ഓർമ്മയുണ്ടല്ലോ നമുക്ക്. ആ സമയത്തൊരു തർക്കം UDF ആയിട്ടൊക്കെ ആരംഭിക്കേണ്ട ആസിയൻ കരാറിൻ്റെ പരിപാടിയിൽ കെ മാണി പങ്കെടുത്തൊക്കെ നമുക്കറിയാം. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നോക്കുന്നത് ഈ കേരള കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ രാഷ്ട്രീയമൊന്നുമല്ല, ഇതിനകത്ത് ജോസ് കെ മാണി അതീവനായി ബന്ധപ്പെട്ട രാഷ്ട്രീയമുണ്ട്. അത് പാലാ സീറ്റായി ബന്ധപ്പെട്ടാണ്. അത് UDFന് എഷുർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് മാറാനുള്ള സാധ്യത വളരെ കുറവാണ്. CPM സംബന്ധിച്ചിടത്തോളം ഇവരുടെ വോട്ട് കിട്ടുന്ന അത്യാവശ്യം ഗുണമായിരിക്കും. മധ്യതിരുവിതാംകൂറിൽ തന്നെ ക്ഷീണിച്ച് നിൽക്കുന്ന ഒരു ഇടതുപക്ഷം സംബന്ധിച്ചോളം ഉള്ള വോട്ട് സമാഹരിക്കുക പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ പാലയിൽ നിന്ന് ഇവർക്ക് മത്സരിക്കാൻ അവസരമുണ്ട്. കാര്യം CPMനോട് വലിയ മിസ്റ്റേക്ക് ഒന്നുമില്ല, പാലയിൽ മത്സരിക്കാൻ അവസരമുണ്ട്. പാലയിൽ നിന്നാലും നമുക്കറിയാം ഈ സ്ഥിതി ഒരു പക്ഷേ ആവർത്തിക്കാൻ സാധ്യതയില്ലെങ്കിൽ
ആൻഡ് CPM ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത്, എനിക്കല്ലാതെ ഒരുപക്ഷെ നമ്മുടെ സ്പെക്കുലേഷൻ ആയിരിക്കാം, അത് എളുപ്പത്തിൽ നിരാകരിക്കാൻ പറ്റിയിരിക്കും, ആന്റണി രാജുവിൻ്റെ മത്സര മണ്ഡലത്തിലേക്ക് വരിക. അവിടെ വന്നാൽ സത്യം സംഭവിക്കുന്ന അപ്രൂട്ട് ചെയ്യപ്പെടുക, അദ്ദേഹത്തിൻ്റെ തറവാട്ട് സ്ഥലത്ത് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വിളിക്കുന്ന വേരുള്ള സ്ഥലത്ത് അപ്രൂട്ട് ചെയ്യപ്പെടുകയും തിരുവനന്തപുരത്ത് വരികയും അങ്ങനെ രാഷ്ട്രീയ ഭാവി പരിപൂർണ്ണമായി ഇല്ലാതാവുകയും ഒരുപക്ഷെ റോഷി അഗസ്റ്റിനകത്ത് മറ്റൊരു കാര്യം കേരള കോൺഗ്രസിൻ്റെ ഒരു ചരിത്രത്തിലുണ്ടല്ലോ, കാര്യം പുതിയ നേതാക്കൾ വരുന്നു, അവർ പിളരുന്നു, അവർ വളരുന്നു. റോഷിയുടെ ഒരു അപ്പർ ഹാൻഡ് ആണോ പ്രകടമാകുന്നുള്ള ക്വസ്റ്റ്യൻ പ്രസാദ് എന്ന് വെച്ചാൽ ജോസ് കെ മാണി അങ്ങനെ പൂർണ്ണമായ ബോധ്യത്തോടെയും താല്പര്യത്തോടെയും ആഴത്തിലുള്ള ഡിസിഷൻ അല്ല എടുത്തിട്ടുള്ളതെന്ന് അഭിപ്രായമുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ജോസ് കെ മാണി തിരികെ പോകലിൻ്റെ സകല സാധ്യതകളെയും അടയ്ക്കുന്ന തരത്തിലാണ് പ്രസ് മീറ്റ് നടത്തുന്നത്. അദ്ദേഹം പറയുകയാണ്, ഞങ്ങളെ ആട്ടി പുറത്താക്കിയതാണ് അവിടുന്ന്, ഞങ്ങൾ പോന്നു, ഇനി ഞങ്ങൾ തിരിച്ചു പോകണോ, ഞങ്ങളെ ചേർത്ത് പിടിച്ചത് സഖാവ് പിണറായി വിജയനാണ് എന്ന് വെച്ചാൽ ഈ സമീപകാലത്ത് തിരികെ പോകിൻ്റെ സാധ്യതകളെ മുഴുവൻ അടക്കിയാണ് ജോസ് കെ മാണി ചെയ്യുന്നത്. ജോസ് കെ മാണി ഈ LDF വന്നതിന് ശേഷം വിവാദങ്ങൾ ഉണ്ടാക്കുന്ന പരാമർശങ്ങൾ ഒഴിവാക്കുകയും വളരെ പക്വമതിയായ ഒരു നേതാവിനെ പോലാണ് എപ്പോഴും പ്രതികരിച്ച് കാണുന്നത്. അദ്ദേഹം അങ്ങനെ എപ്പോഴും ചാഞ്ചാടി കളിക്കുക, വിവാദങ്ങൾ ഉണ്ടാക്കുക, വൈകാരിക വർത്തമാനം പറയുക എന്നും കാണുന്നില്ല. വളരെ പക്വതയുള്ള ഒരു മെച്യൂർഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യനെ പോലാണ് അദ്ദേഹം എപ്പോഴും ബിഹേവ് ചെയ്യുന്നത്. ഇന്ന് അദ്ദേഹം തീർത്തു പറയുന്നു ഞങ്ങൾ തിരിച്ചു പോകുന്നില്ല എന്ന് വെച്ചാൽ ആ വഴി അടയ്ക്കാൻ അദ്ദേഹം പല വഴിക്ക് നിർബന്ധിതനാവുകയാണോ? അതാണ് തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ. അത് ഞാൻ പറഞ്ഞു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അങ്ങനെ പറയേണ്ട ഒരു ഘട്ടമുണ്ട്. കാര്യസമയത്ത് വളരെ തെരഞ്ഞെടുപ്പ് ആസന്ന സമയത്ത് ഒരു വ്യക്തമായ നിലപാടെടുക്കാനുള്ള ഒരു കാര്യം പബ്ലിക്കിനോട് പറയേണ്ട കാര്യമുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ജോസ് കെ മാണി എന്ന് പറയുമ്പോൾ തന്നെ ചെയർമാൻ ജോസ് കെ മാണി പറയുമെന്ന് പറയുമ്പോഴും ആ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ഒരു നേതാവും മന്ത്രിയും വളരെ ജനസ്വാധീനമുള്ള റോഷി അഗസ്റ്റിൻ ആവർത്തിച്ച് വ്യക്തമാക്കി കഴിഞ്ഞ കാര്യം ആവർത്തിക്കുകയാണ് ജോസ് കെ മാണി ചെയർമാൻ ചെയ്തത്. അതായത് അതിൻ്റെ അകത്തൊരു ജോസ് കെ മാണിയുടെ ഒരു താഴെ നിൽക്കുന്ന മന്ത്രിയാണെന്ന് മാത്രമുള്ള ഒരു MLA മന്ത്രിയായിട്ടുള്ള റോഷി അഗസ്റ്റിൻ ആവർത്തിച്ച് പറഞ്ഞ കാര്യം ആവർത്തിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ആവർത്തിക്കാനുള്ള അവസരം ഇന്ന് കിട്ടി ജനങ്ങളിൽ. പക്ഷേ റോഷി അഗസ്റ്റിൻ വളരെ കട്ടായം പറഞ്ഞു ഞങ്ങൾ പോവില്ല എന്നുള്ള കാര്യം വ്യക്തം പറഞ്ഞു. അപ്പോൾ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്ന കാര്യം അപ്രമാദിത്വം ആരാണെന്ന് വളരെ വ്യക്തമാണ്. ആ അപ്രമാദിത്വത്തിന് കാരണമുണ്ട്. കാര്യം ജോസ് കെ മാണിയുടെ സ്ഥിതി വളരെ പരുങ്ങലിലാണ് എല്ലാ തരത്തിലും. അതാണ് എൻ്റെ യാഥാർത്ഥ്യമാണ് എനിക്ക് തോന്നുന്നത്. ശരി, KS അരുൺകുമാർ, മാണി ഗ്രൂപ്പ് ചെല്ലുമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ എത്തിക്കാമെന്ന് കോൺഗ്രസ് ആഗ്രഹിച്ചിരുന്നു, അത് നിങ്ങൾ അടച്ചു എന്നാണോ പറയുക? ഇവിടെ കുറച്ച് നാളായിട്ട് വിസ്മയം എന്ന വാക്ക് കേൾക്കുകയാണ്. വിസ്മയം വളരെ വലുതു വരാൻ പോകുന്നു എന്ന് പറഞ്ഞ് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനവും കേട്ടു. പക്ഷെ യഥാർത്ഥ വിസ്മയം ബീഹാറിൽ സംഭവിച്ചതും കോൺഗ്രസ് വട്ടപൂജ്യമായിട്ട് മാറിയതും നമ്മൾ കണ്ടു. 61 സീറ്റിൽ മത്സരിച്ച് 6 സീറ്റിലാണ് വിജയിച്ചത്. 6ഉം ഇപ്പോൾ NDA മുന്നണിയായിട്ട് മാറി. ഇവിടെ മാണി കോൺഗ്രസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. സോണിയാഗാന്ധി തന്നെ നേരിട്ട് ചർച്ച നടത്തി. ഇപ്പോൾ തീരുമാനമാകാൻ പോകുന്നു. തിരുവനന്തപുരത്ത് നടന്ന സമരത്തിൽ പങ്കെടുത്തില്ല, ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് 2-3 ദിവസത്തോളം പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമങ്ങളെല്ലാം ബ്രേക്കിംഗ് ന്യൂസാക്കി മാറ്റി. പ്രധാനപ്പെട്ട വൈകുന്നേരത്തെ ഡിബേറ്റുകൾ വരെ ആ വിഷയമാക്കി മാറ്റി. ഇന്ന് ബഹുമാനപ്പെട്ട ജോസ് കെ മാണി എന്താ പറഞ്ഞത്? ഞങ്ങളെ ചവിട്ടി പുറത്താക്കി UDF 2020. അതുപോലെ തന്നെ ആ സമയത്ത് ഞങ്ങളെ ചേർത്ത് പിടിച്ചത് LDF ആണ്. ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി ആ പ്രസ്ഥാനത്തിന്റെ ചിഹ്നമാണ്. ആ ചിഹ്നം വരെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ കോൺഗ്രസ് ആണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ജോസഫ് ഗ്രൂപ്പ് ആണെങ്കിൽ പോലും അതിനെല്ലാ അനുവാദവും ആശീർവാദവും കൊടുത്തത് കോൺഗ്രസ് ആണ് എന്ന് നമുക്കറിയാം. അവസാനം ഇലക്ഷൻ കമ്മീഷനിൽ വരെ കേസ് നടത്തി പൊരുതി ആ ചിഹ്നം തിരിച്ചു പിടിക്കേണ്ടി വന്നു. അച്ഛൻ നട്ടുവളർത്തി വലുതാക്കിയ ആ പാർട്ടിയും ചിഹ്നം നഷ്ടപ്പെട്ട ഐഡന്റിറ്റി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ചേർത്ത് പിടിച്ച് ഹൃദയത്തോടൊപ്പം നിർത്തി സംരക്ഷിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്ന യാഥാർത്ഥ്യം അദ്ദേഹം ഒരു മടിയുമില്ലാതെ തുറന്നു പറഞ്ഞു. അതുപോലെ 5 വർഷം കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന ഒരു രീതിയല്ല തൻ്റേത് എന്ന് അദ്ദേഹം ആവർത്തിച്ചു. നിരവധി ജനകീയ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞു. അതുപോലെ പ്രതിപക്ഷത്തിന് ഒരു വിഷയങ്ങളിലും കൂടുതലായിട്ടൊന്നും ഇടപെടാൻ കഴിഞ്ഞില്ലെന്നും എല്ലാത്തിനെയും എതിർക്കുന്ന ഒരു പക്ഷമായിട്ട് ആ പക്ഷം അതമ്പതിച്ചു പോയതിനെ കുറിച്ചുമെല്ലാം വളരെ കൃത്യമായി തന്നെ വളരെ സ്ഫുടതയോടെ ആധികാരികമായിട്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ചർച്ച ആരംഭിച്ചത് ആരാണ്? എവിടെ നിന്നാണ് അതിനുള്ള സോഴ്സ് അവർക്ക് കിട്ടിയത്? സോണിയാഗാന്ധി ഇദ്ദേഹവുമായിട്ട് ജോസ് കെ മാണിയുമായിട്ട് ചർച്ച നടത്തി എന്നുള്ള ഒരു വ്യാജ വാർത്ത എവിടെ നിന്നാണ് പുറപ്പെടുവിച്ചത്? ആരാണത് ഉണ്ടാക്കിയത്? അതിനെ തുടർന്ന് വലിയ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിച്ചു. വളരെ അടുത്ത ബന്ധു ഒരു അത്യാവശ്യ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു അസുഖം ബാധിച്ച് കിടക്കുമ്പോൾ ഫാമിലിയായിട്ട് അദ്ദേഹത്തെ സന്ദർശിക്കാൻ ദുബായി പോകേണ്ടി വന്നു. അതുകൊണ്ടാണ് MLA-മാരും മന്ത്രിമാരും പങ്കെടുക്കുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി അണിനിരക്കാൻ കഴിയാത്തത്. എൻ്റെ പ്രസ്ഥാനത്തിലെ 5 MLA-മാരും പങ്കെടുത്തു, മന്ത്രിയും പങ്കെടുത്തു, പൂർണ്ണസമയം പങ്കെടുത്തു. അതുകൊണ്ട് ഞങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം തന്നെയാണ് എന്ന് അദ്ദേഹം ഊട്ടി ഉറപ്പിച്ച് പറയുകയുണ്ടായി. ഈ ചർച്ച തുടങ്ങിയപ്പോൾ താങ്കൾ സൂചിപ്പിച്ചു UDF-ലേക്ക് തിരിച്ചു പോകണം എന്നതാണ് അണികൾ ആഗ്രഹിക്കുന്നത്.
എന്നാൽ നേതൃത്വം മറിച്ച് തീരുമാനിച്ചു എന്ന്. ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു, അണികളില്ലാതെ നേതാക്കന്മാർ മാത്രമുള്ള ഒരു പാർട്ടിയായിട്ട് ആ പാർട്ടി അധംപതിക്കാൻ പോവുകയാണ് എന്ന്. ഇത് LDFന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ശക്തമായിട്ടുള്ള മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു ഘടകകക്ഷിയാണ് കേരള കോൺഗ്രസ്. നിങ്ങളിങ്ങനെ ഓരോ തരത്തിൽ നിങ്ങളുടേതായിട്ടുള്ള ആഗ്രഹം പറയല്ലേ. 10 പാർട്ടികളുണ്ട് LDFൽ. അതുപോലെ LDFുമായി സഹകരിക്കുന്ന മറ്റു 10 പാർട്ടികളുണ്ട്. അങ്ങനെ 20ഓളം പാർട്ടികളുണ്ട്. ഇവരെല്ലാം കൂട്ടി യോജിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പാർട്ടിക്കും ആ പാർട്ടിയുടേതായിട്ടുള്ള അഭിപ്രായമുണ്ട്. പക്ഷെ LDF എന്ന രൂപത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരേ അഭിപ്രായത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിക്കാനും അതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനയ്ക്കെതിരെയും 3 ജാഥ കേരളത്തിൽ പര്യടനം നടത്താൻ പോവുകയാണ്. ഒന്നാമത്തെ ജാഥ കാസർഗോഡ് നിന്ന് ആരംഭിച്ച 63 മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുമ്പോൾ ആ ജാഥ നയിക്കുന്നത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാഷാണ്. രണ്ടാമത്തെ ജാഥ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലയിലെ 33 മണ്ഡലങ്ങളിൽ പര്യടനം നടത്തുന്ന ജാഥ, ആ ജാഥ നയിക്കുന്നത് ജോസ് കെ മാണിയാണ്. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ ജാഥ തൃശ്ശൂരും ആലപ്പുഴയും കൊല്ലം, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ, ബാക്കി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും പോകുന്ന ജാഥ നയിക്കുന്നത് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. വളരെ ഒറ്റക്കെട്ടായി 1-ാം തീയതി മുതൽ 15-ാം തീയതി വരെ ആ ജാഥയുടെ പര്യടനം പൂർത്തിയാകുന്നതോടുകൂടി ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കുന്ന മുഴുവൻ രാഷ്ട്രീയവും ജനങ്ങളുമായിട്ട് സംവദിക്കാനും ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും എത്തുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതിനിടയിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുഴുവൻ വികസനത്തിന്റെ രാഷ്ട്രീയം, അതുപോലെ സാമൂഹ്യക്ഷേമത്തിന്റെ രാഷ്ട്രീയം, പുതിയ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശയ സംവാദങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് നടക്കുകയാണ്. പക്ഷേ UDFും കോൺഗ്രസും എന്താ, അവർ വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ, വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഇങ്ങനെ അത്യാഗ്രഹത്തോടെയും അഹങ്കാരത്തോടെയും ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കാഴ്ച ഞങ്ങൾ കാണുകയാണ്. ഏതെങ്കിലും ഒരു വികസനത്തിന്റെ ചർച്ച ഉയർത്തിക്കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ കേരള കോൺഗ്രസ് തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഭൂപതിവ് പട്ടയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇടുക്കി ജില്ലയിലെ ആരാണ് ഭൂപതിവ് പട്ടയം എന്ന വിഷയത്തിന് പരിഹാരം കാണുന്നത്? വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടുക്കിയിലും വയനാട്ടിലുമെല്ലാം ഈ വിഷയം ഉയർന്നു വന്നു. ആരാണ് നിയമസഭയിൽ പ്രത്യേക നിയമം കൊണ്ടുവന്ന് വന്യജീവി ആക്രമണത്തെ തടയാൻ വേണ്ടി ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം ചെയ്യുന്നത്? അതേപോലെ തന്നെ ജപ്തിയുമായി പ്രശ്നങ്ങളെ ഈ സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ നിരാശയോ അതൃപ്തിയോ ഒന്നും ഇല്ല എന്നാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അരുൺകുമാർ ഈ അണികളുടെ ആശയക്കുഴപ്പത്തെക്കുറിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കേരള കോൺഗ്രസിന് അടി പതറുന്നതാണ് കണ്ടത് മാണി ഗ്രൂപ്പിന്. എന്ന് വെച്ചാൽ റോഷി അഗസ്റ്റിൻ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്ന മണ്ഡലത്തിൽ പോലും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോകുന്നു. എന്ന് വെച്ചാൽ ഭരണവിരുദ്ധ വികാരം പ്രവർത്തിക്കുകയും ഈ ജോസ് കെ മാണിയുടെ ഒപ്പം ഉണ്ടായിരുന്നു വിചാരിക്കുമെന്ന് ഹാർഡ് കോർ ആളുകൾ പോലും വിട്ടുപോവുകയും ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ എടുക്കാമല്ലോ. അതാണ് പറഞ്ഞത്, മാണി ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന് അവരുടെ അടിത്തറ ഇളകി പോകുന്നതിന് സൂചന കിട്ടുകയും അതൊരു വിഭാഗം ആളുകൾ ഒരു സീരിയസ് കൺസേൺ ആയി പാർട്ടി മീറ്റിങ്ങിൽ വെക്കുകയും ചെയ്യുന്നു എന്നത് ഒരു കാര്യമായ സംഗതിയല്ലേ? ഒരിക്കലുമല്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ റിവ്യൂ നടത്തിയത് എങ്ങനെയാണ്? ഏറ്റവും ആദ്യം ബൂത്ത് തലം മുതൽ തന്നെ റിവ്യൂ നടത്തി. പ്രാദേശിക തലത്തിൽ തങ്ങൾ ഉദ്ദേശിച്ച വിജയം കിട്ടാതെ പോയതിന്റെ കാരണം അത് ലോക്കൽ തലത്തിൽ, ഏരിയ തലത്തിൽ, ജില്ലാ തലത്തിലെല്ലാം നടത്തി. സംസ്ഥാന കമ്മിറ്റി അത് വിശദമായി പരിശോധിച്ചു. എന്നിട്ട് വിലയിരുത്തി നമുക്ക് ചില കുറവുകൾ പറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഉദ്ദേശിച്ച ഒരു വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. പക്ഷെ ഒരു ഭരണവിരുദ്ധ വികാരം എന്ന രൂപത്തിൽ ഗവൺമെന്റിന്റെ നയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിൽ എതിർപ്പൊന്നുമില്ല. പക്ഷെ ആ നേട്ടങ്ങൾ കൃത്യമായി ജനങ്ങളിൽ എത്തിക്കുന്ന കാര്യത്തിൽ നമുക്ക് പോരായ്മ പറ്റിയിട്ടുണ്ടോ? അത് പരിശോധിച്ചപ്പോൾ ഞങ്ങൾ ഓരോ വീടും കയറി ഇറങ്ങിയാണ്. ഇന്നലെയും ഇന്നുമെല്ലാം ആ ഭവന സന്ദർശനം പൂർത്തീകരിച്ചിട്ടാണ് ഞാൻ ഈ ചർച്ചയുടെ ഭാഗമായിട്ടിരിക്കുന്നത്. എന്താണ് ഇവിടെ റിസൾട്ട് വന്നേ? 110 നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് ലീഡ് ചെയ്തിരുന്നു, UDF ലീഡ് ചെയ്തിരുന്നു 1.5 വർഷം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. ആ 110-ൽ നിന്ന് 81-ലേക്ക് ചുരുങ്ങി കോൺഗ്രസ്. അപ്പൊ എത്ര സീറ്റ് നഷ്ടപ്പെട്ടു? 29ഓളം സീറ്റ് നഷ്ടപ്പെട്ടത് കോൺഗ്രസിനാണ്. ഞങ്ങൾ വെറും 19 സീറ്റിലാണ് ഈ 1.5 വർഷം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഡ് ചെയ്തത്. ആ 19-ൽ നിന്ന് 57-ലേക്ക് ജില്ലാ പഞ്ചായത്തിലെ പൊളിറ്റിക്കൽ വോട്ടിന്റെ കാര്യത്തിൽ ഞങ്ങൾ കുതിച്ചു മുന്നേറിയില്ലേ? 11 സീറ്റ് കിട്ടിയ BJP 2 സീറ്റിലേക്ക് പോയില്ലേ? ഞങ്ങൾക്ക് 33% വോട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കിട്ടിയത്. അത് 39.97 40% വോട്ടിലേക്ക് ഞങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറി. കുറഞ്ഞു. പക്ഷെ സീറ്റിന്റെ കാര്യത്തിൽ ഒറ്റ കാര്യം അല്ലെ ചോദിക്കുന്നത്, 71 മതി, 81 ലീഡ് ചെയ്യുന്നത്. ചോദിക്കുന്നത് 71 മതി, 81 ലീഡ് ചെയ്യുക 3 മാസം മുൻപ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ഒറ്റ കാര്യം, ഇപ്പോഴും LDFും UDFും തമ്മിലുള്ള വോട്ട് വ്യത്യാസം എന്താണ് നിഷാദിന് അറിയോ? വെറും 6.25 ലക്ഷമാണ്. ആ 6.25 ലക്ഷത്തിൽ 5,91,000 വോട്ടിന്റെ വ്യത്യാസം മലപ്പുറം ജില്ലയിൽ മാത്രമാണ്.
മലപ്പുറവും എറണാകുളം ജില്ലയിലെ വോട്ട് വ്യത്യാസം എടുത്താൽ അതൊരു 8 ലക്ഷം 9 ലക്ഷം, പക്ഷെ 6.25 ലക്ഷത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ ശരിക്കും. അതായത് മറ്റു മണ്ഡലങ്ങളിലൊന്നും ഞങ്ങളുടെ വോട്ടിന്റെ അടിത്തറയിൽ ഒരു കുറവും വന്നിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ 57 അവർ 81 നിൽക്കുകയാണ്, ഞങ്ങൾ തിരിച്ചറിയുന്നു. പക്ഷേ എങ്ങനെ 42-ൽ നിന്ന് ഇവർ ഉദ്ദേശിക്കുന്ന 100 മാറും? ഇരട്ടിയും വേണം, അതിന്റെ പകുതി കൂടി വേണം. മാൻഡേറ്റ് നമ്പർ ആയിട്ടുള്ള മാജിക് നമ്പർ ആയിട്ടുള്ള 71-ലേക്ക് പോകണമെങ്കിൽ ഇവർക്ക് ഇനിയും 10-30 സീറ്റ് വിജയിക്കണ്ടേ? LDFന്റെ കയ്യിലിരിക്കുന്ന 10-30 നിയമസഭാ സീറ്റ് തിരിച്ചു പിടിക്കുവാനും നിലവിലുള്ള MLA-മാരെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് സാധിക്കും എന്ന് ഇവർ പറയുന്നുണ്ടെങ്കിൽ അത് ജനം തിരിച്ചറിയട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 98-ൽ നിന്നും 110 ആകാൻ വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് കുറവുകൾ ഞങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ചിട്ടുണ്ട്. അത് ഓരോ വീടും കയറി ഇറങ്ങുന്നു. ഞാൻ ഇന്നലെ പോയത് അങ്കമാലി നിയോജക മണ്ഡലത്തിലെ കാലടി പ്രദേശത്ത് BJP നേതാക്കന്മാരുടെ വീട്ടിൽ പോയി, കോൺഗ്രസ് ലീഗ് പ്രവർത്തകരുടെ വീട്ടിൽ പോയി. അവരടക്കം പറയുന്ന അഭിപ്രായം ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ, ക്ഷേമ പദ്ധതികൾ, വികസന പ്രവർത്തനങ്ങൾ, ഞങ്ങൾക്ക് പറ്റിയ കുറവുകൾ അവർ ചൂണ്ടിക്കാണിക്കുന്നത് വരെ മണിക്കൂറുകളോളം ഇരുന്ന് കേൾക്കാൻ ഞങ്ങൾ തയ്യാറാകുകയാണ്. അത് കേട്ട് ഞങ്ങളുടെ കുറവുകളൊക്കെ പരിഹരിക്കാനുള്ള ഒരു 3.5 മാസം ഞങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങളിപ്പോ വീടുകൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ കുറവുകൾ ജനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ കുറവുകൾ വികസന പ്രവർത്തനങ്ങളുടെ വേഗതയുടെ കാര്യത്തിൽ, ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ, അതുപോലെ മറ്റു പല കാര്യങ്ങളും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവർ പറയുന്നത് കൃത്യമായി ഞങ്ങൾ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. ഞങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയുന്ന കാര്യം ഞങ്ങൾ വിശദീകരിക്കുന്നു. ഞങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ, ഞങ്ങൾ അത് കൃത്യമായിട്ട് എഴുതിയെടുത്ത് പഠിച്ച് അവരെ തന്നെ അവതരിപ്പിക്കാൻ, അവരെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ജനങ്ങളുമായി ഞങ്ങളുടെ ബന്ധത്തിൽ 1% ഒരു ചെറിയ കുറവ് വന്നാൽ പിന്നെ ഈ പാർട്ടി ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം. വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യങ്ങളെ പോലെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ. അതുകൊണ്ട് ഏത് കുറവും പരിഹരിക്കുവാനും ജനങ്ങളോടൊപ്പം നിൽക്കുവാനും അവരെ കൂടുതൽ വികസനത്തിന്റെ പുതിയ തലത്തിലേക്ക് ഉയർത്തുവാനും തന്നെയാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് മനക്കോട്ട കെട്ടിക്കോട്ടെ, അവർ വലിയ തരത്തിൽ വിസ്മയങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചോട്ടെ. ആഗ്രഹിക്കാനും സ്വപ്നം കാണാനും എല്ലാവർക്കും അധികാരമുണ്ടല്ലോ. അവർ ആ സ്വപ്നത്തിന്റെ പുറകെ പോകുക. ഞങ്ങൾ ഈ നാട്ടിൽ 10 വർഷമായിട്ട് നടത്തിയ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ കൂടുതൽ ജനങ്ങളിലേക്ക് അവതരിപ്പിക്കും. ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ കുറവ് വന്നിട്ടുണ്ടോ അത് പരിഹരിക്കാൻ വേണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് നിങ്ങൾ നവകേരള സദസ്സ് എന്ന് പറഞ്ഞ 140 മണ്ഡലങ്ങളിലും പോയത്. അന്ന് ആ നവകേരള സദസ്സ് രാവിലെ ആരംഭിക്കുന്നതിന് മുൻപ് മുഖ്യമന്ത്രി ആ നാട്ടിലെ ആളുകളുമായിട്ട് ഒരു പ്രഭാത സദസ്സ് സംഘടിപ്പിക്കുമായിരുന്നു. അതിൽ ആളുകൾ വരും, അവരുടെ ഫീഡ്ബാക്സ് പലതും പറയും, എന്താണ് ജനങ്ങൾക്ക് പറയാനുള്ളതെന്ന് കേൾക്കും. ഒരുപാട് ആൾക്കാർ ആ കൗണ്ടറുകളിൽ വന്ന് അവരുടെ പെറ്റീഷൻസും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിരുന്നു. ആ മെക്കാനിസം പൂർണ്ണമായതിനു ശേഷവും നിങ്ങൾ തോറ്റുപോയല്ലോ. പിന്നെ ഇപ്പോൾ തദ്ദേശത്തിൽ തോറ്റുപോയി. നിങ്ങൾ ഈ നടത്തുന്ന ഈ സമ്പർക്ക പരിപാടികൾ കൊണ്ട് നിങ്ങൾ എടുക്കുന്ന ഫീഡ്ബാക്ക് എങ്ങനെയാണ് എന്ന ക്വസ്റ്റ്യനോടെ ഉണ്ടെന്ന് തോന്നുന്നു. അതിന് മുമ്പ് ഞാൻ വേറെ കാര്യം, കേരള കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഇന്നത്തെ അവരുടെ കമ്മിറ്റിക്കകത്ത് ഉയർന്നു കേട്ട പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്ന് ജോസ് കെ മാണി പറയുകയും ചെയ്യുന്നുണ്ട്. 13 സീറ്റ് ഞങ്ങൾ ചോദിക്കും, കഴിഞ്ഞ തവണ മത്സരിച്ചേക്കാൾ കൂടുതൽ. അതിനപ്പുറത്തേക്ക് എങ്ങനെ പോകാൻ കഴിയുമെന്ന കാര്യത്തിലും ഞങ്ങൾ ആലോചന നടത്തുമെന്നാണ്. എന്നുവെച്ചാൽ പുതിയ ഡിമാൻഡുകൾ മുന്നോട്ട് വെക്കാൻ കേരള കോൺഗ്രസ് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കാണുന്നു. അവയും പരിഹരിച്ചുകൊണ്ടായിരിക്കുമോ കേരള കോൺഗ്രസിനെ ഒപ്പം നിർത്തുക, പരിഗണിച്ചുകൊണ്ട്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സീറ്റ് ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ഞങ്ങളുടെ ഈ മേഖലാ ജാഥകൾ പൂർത്തീകരിച്ച് ഫെബ്രുവരി മാസം അവസാനത്തോടെ ആരംഭിക്കൂ. കേരള കോൺഗ്രസിന് അവരുടേതായിട്ടുള്ള അഭിപ്രായം പറയാം, CPIയും മറ്റു ഘടകകക്ഷികൾക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായം പറയാം. ആ അഭിപ്രായം എല്ലാം പരിശോധിച്ചുകൊണ്ട് ഒരു കൂട്ടായിട്ടുള്ള തീരുമാനമാണല്ലോ LDF എടുക്കുക. അതുകൊണ്ട് ഒരു തരത്തിലുള്ള മുന്നണിയിൽ ഒരു ശിഥിലമാക്കാതെ അല്ലെങ്കിൽ ഒരു തർക്കമുണ്ടാകാതെ എല്ലാം സമവായത്തോടെ പരിഹരിക്കുന്ന ഒരു യോജിച്ച തീരുമാനമായിരിക്കും വരിക. ഞങ്ങളിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. അവര് UDF ചവിട്ടി പുറത്താക്കി പുറത്തു വരുമ്പോഴും UDFൽ അവർ നിൽക്കുമ്പോൾ എത്ര സീറ്റാണോ കിട്ടിയത് അതേ സീറ്റ് ഇവിടെ കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. ജോസഫ് ഗ്രൂപ്പിന് ഇപ്പോഴും 5 സീറ്റാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി പറഞ്ഞല്ലോ, 5 സീറ്റിന്റെ കണക്കാ പറഞ്ഞ്. UDFൽ മാണി കോൺഗ്രസ് നിൽക്കുമ്പോൾ എത്ര സീറ്റ് ഉണ്ടായിരുന്നോ അതേ പരിഗണന LDFൽ കൊടുക്കാൻ കഴിയുന്ന വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് സ്വീകരിക്കാൻ അന്ന് LDFന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ താല്പര്യങ്ങളടക്കം സംരക്ഷിക്കും. എല്ലാ മുന്നണി ഘടകകക്ഷികളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു മാതൃകാപരമായിട്ടുള്ള സമീപനമായിരിക്കും LDF സ്വീകരിക്കുക. ശരി. അല്ല, സേനാപതി വേണു, നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളും ആഗ്രഹിക്കുന്നത്, ജോസ് കെ മാണിയുടെ കൂട്ടത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ആഗ്രഹിക്കുന്നത് പോകണമെന്നാണ്. നിങ്ങളുടെ കൂട്ടത്തിലും മധ്യ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്ന വരേണ്ടതില്ല എന്നാണോ? അല്ലാതെ തന്നെ നമുക്ക് ജയിക്കാൻ പറ്റിയല്ലോ. 2, കഴിഞ്ഞ തവണ 10 സീറ്റിൽ മത്സരിച്ച ജോസഫ് ഗ്രൂപ്പിന് എല്ലാ സീറ്റിലും വിജയിക്കാൻ പറ്റിയില്ല, അവരാകെ 2 സീറ്റിലേ വിജയിച്ചുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുട്ടനാട് ഇങ്ങോട്ട് വാങ്ങിക്കാം, അത് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഏറ്റുമാനൂർ വാങ്ങിക്കാം, വേണമെങ്കിൽ നമുക്ക് ചങ്ങനാശ്ശേരി വാങ്ങിക്കാം എന്ന ഒരു മൂഡ് നിങ്ങൾക്കുണ്ട്. അത് ആഗ്രഹിച്ചിരിക്കുന്ന കോൺഗ്രസ് അവർ അവിടെ ഉണ്ട്. സോ വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, അത്രയും ലാഭം എന്ന് കോൺഗ്രസിലെ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടോ?
അല്ല, ഈ നിശാന്തെ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട, രാഷ്ട്രീയത്തിൽ ഒരിക്കലും രണ്ടും രണ്ടും നാലായിട്ടില്ല. അത് അവർ വരട്ടെ. അവർ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഏറ്റുമാനൂര് ഇപ്പോൾ CVN വാസവൻ ജയിച്ച മണ്ഡലം ഞങ്ങൾക്ക് അത് തിരിച്ചു പിടിക്കാനുള്ള കുറച്ചുകൂടി നെയ്യപ്പത്തിന് നെയ്യ് കൂടുന്നതിന് കുഴപ്പമില്ല, കുറച്ചുകൂടി വരട്ടെ എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വിസ്മയത്തെക്കുറിച്ച് ശ്രീ അരുൺകുമാർ പറയുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു കുഴപ്പമുണ്ട് നിശാന്ത്. ഇവരെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ തോറ്റു എന്ന് ഇവരെ സമ്മതിപ്പിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന 100-200 പഞ്ചായത്ത് ഞങ്ങൾ ജയിച്ചു. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന കോർപ്പറേഷൻ ഒന്നൊഴികെ അതും കഷ്ടി കുഷ്ടിയാണ്. ബാക്കി ഒന്ന് BJP-യിലോട്ട് പോയി, ബാക്കി ഞങ്ങൾ പിടിച്ചു. ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് 3 ഉണ്ടായിരുന്ന 7 ആക്കി. ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളും അതൊക്കെ എത്രയോ ഇരട്ടിയായി ഞങ്ങൾക്ക് മാറി എന്നുള്ളതാണ്. പക്ഷെ ഇവരിപ്പോഴും സമ്മതിക്കത്തില്ല. ഇനി വിസ്മയത്തെക്കുറിച്ച് പറയുന്നു. വിസ്മയം ഉണ്ടായതുകൊണ്ടല്ലേ 3 വട്ടം CPM-ന്റെ MLA ആയിരുന്ന ജയിന്റ് കില്ലർ ഐഷ പോറ്റി ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നു. ഇനി അത് മാത്രമാണോ? അദ്ദേഹം പറഞ്ഞപ്പോൾ വിസ്മയം ബീഹാറിലാണ് സംഭവിക്കുന്നതെന്ന്. ഞാൻ അരുണെ ഒരു വാദത്തിനോ തർക്കത്തിനോ ഒന്നും വേണ്ടിയല്ല. പിണറായി വിജയനോടൊപ്പം 15 കൊല്ലം MLA ആയിരുന്ന S രാജേന്ദ്രൻ ഈ മലയോരത്ത് ഇപ്പോൾ BJP-ക്ക് വേണ്ടി വോട്ട് പിടിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം. ചാനൽ ചർച്ചയിൽ ഒരു കാലത്ത് ഞങ്ങൾ ബഹിഷ്കരിച്ചതാ ശ്രീ റെജി ലൂക്കോസുമായിട്ട്. കാരണം അതുപോലെ കോൺഗ്രസിന്റെ നേതാക്കളെ ചീത്ത വിളിക്കുന്നതായതുകൊണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വ്യക്തിപരമായിട്ട് വളരെ സൗഹൃദമുള്ള ആളാണ്. അദ്ദേഹം ഇപ്പോൾ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഹസ്കർ നിങ്ങളുടെ ഇടതുപക്ഷ സഹയാത്രികനായി എല്ലാ ചാനൽ ചർച്ചയിലും വന്നുകൊണ്ടിരുന്ന നിങ്ങളുടെ കാൽച്ചുവട്ടിൽ കേരളത്തിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് നിങ്ങൾ കാണാതെ നിങ്ങൾ ഇപ്പോഴും ഈ അന്ധമായ കോൺഗ്രസ് വിരോധം ബീഹാറിൽ ഞങ്ങളുടെ 6 MLA-മാര് JDU-ന്റെ കൂടെ പോയി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആഘോഷിക്കുമ്പോൾ നിങ്ങൾ കേരളത്തിൽ ഇപ്പോൾ പറഞ്ഞല്ലോ 81 അസംബ്ലി മണ്ഡലത്തിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം. നിങ്ങൾ ലോകത്തിന് മാതൃക എന്നല്ലേ കേരളത്തെ വിശേഷിപ്പിക്കുന്നത്, അല്ലാതെ ഇന്ത്യക്ക് മാതൃകയല്ലോ. ലോകത്തിന് മാതൃകയായ കേരളത്തിൽ കേരളത്തിൽ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അടപടലം നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ഇതെല്ലാം ഞങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരുത്താനായിട്ട് ഇനി ആളുകളുടെ വീട്ടിൽ കൂടെ കയറിയ ഇതൊരു തമാശയായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത്. നിങ്ങളുടെ ഈ ഗ്രഹസമ്പർക്ക പരിപാടി ഇത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നിങ്ങൾ ഭൗതിക യാഥാർത്ഥ്യത്തിലേക്ക്, വർത്തമാനകാല യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾ വാ. ആ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം ഞങ്ങൾ 40-80 ആയി. അത് എന്താ പറയുക, ത്രിതല തെരഞ്ഞെടുപ്പിൽ കണ്ടല്ലോ. സാധാരണഗതിയിൽ കേരളത്തിലെ എല്ലാ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും അത് 2010 അതിന് വ്യത്യസ്തമായിട്ടുള്ള കാലം വന്നത്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷത്തിനാണ് ഭരണം ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും. കാരണം ഇടതുപക്ഷത്തിന്റെ ഒരു രാഷ്ട്രീയ എന്താ പറയുക കേഡർ പാർട്ടി സംവിധാനവും പ്രാദേശിക തലത്തിൽ ജയിക്കാനുള്ള നീക്കുപോക്കുകളൊക്കെ നടത്താനുള്ള അവരുടെ പ്രാപ്തി അതൊന്നും ഞങ്ങൾ കുറച്ച് കാണുന്നില്ല. പക്ഷേ 10 കൊല്ലമായി കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന ഇന്ത്യയിലെ അല്ല ലോകത്തിന് മാതൃകയായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾ സൂചിപ്പിച്ച വികസനത്തെക്കുറിച്ച് ജനങ്ങളുമായിട്ട് സംവദിക്കുമ്പോൾ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കുണ്ടായ പരാജയം അത് വരാൻ പോകുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ ദിശാസൂചികയാണ്. അത് ശ്രീ അരുൺകുമാറിനെ പോലുള്ള ആളുകൾക്ക് അതിപ്പോഴും ബോധ്യപ്പെടില്ല. നിങ്ങൾ ബീഹാറിൽ കോൺഗ്രസ്സുകാരൻ അവിടെ മാറിയത് ഇവിടെ മാറിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ആക്ഷേപിക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ 15 കൊല്ലം പിണറായി വിജയന്റെ കൂടെ MLA ആയിരുന്ന ആള് ഈ മലയോരത്ത് BJP-ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ കൂടെ ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ പലരും മാറുന്നു. കൊല്ലത്തെ ഒരു പാർട്ടി പ്രതിനിധി സമ്മേളനത്തിൽ ചോദിച്ചത് സാംബശിവന്റെ കഥാപ്രസംഗം കേട്ട് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായതാ, ഞാനിത് അവസാനിപ്പിക്കുന്നു എന്ന ഒരു ജില്ലാ കമ്മിറ്റി അംഗം പറയുന്നത്. അവിടെ വരെ എത്തി നിൽക്കുന്നു നിങ്ങളുടെ പാർട്ടി. ഇപ്പൊ നമ്മുടെ ചർച്ച അതല്ല. നമ്മുടെ ചർച്ച കേരള കോൺഗ്രസുമായിട്ടുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞങ്ങൾ പറയുന്നു അവർ കൂടി വന്നാൽ ഞങ്ങൾക്ക് ഇപ്പോഴുള്ളതിൽ നിന്ന് കുറച്ചുകൂടി മെച്ചമായി അങ്ങ് സൂചിപ്പിച്ച ഏറ്റുമാനൂർ സീറ്റ് പോലുള്ള, കുട്ടനാട് സീറ്റ് പോലുള്ള സീറ്റുകളിൽ അവർക്ക് കുറച്ച് വോട്ടുണ്ട്. ഇല്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ചിലപ്പോൾ അവർക്ക് സിന്ദാബാദ് വിളിക്കാൻ തെരുവിലിറങ്ങാൻ ആളുണ്ടാവില്ല, അല്ലെങ്കിൽ പ്രകടനത്തിന് ആൾ കുറവായിരിക്കാം. പക്ഷേ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ KM മാണി വികാരം പേറുന്ന കുറെ ആളുകൾ വോട്ടർമാരുണ്ട്. അവർ കൂടി ഞങ്ങളോടൊപ്പം വന്നാൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നിന്ന് അത് 100, 110, 117 വരെ ഞങ്ങൾ കേരളത്തിൽ ജയിച്ച ഒരു കാലഘട്ടം ഉണ്ടല്ലോ 1977 അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ കുറച്ചുകൂടി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഞങ്ങളുടെ DNA-യുമായി ചേരുന്ന ഒന്നും ഏതാണ്ട് 50 കൊല്ലക്കാലം UDF-നോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീ മാണി സാറിന്റെ പാർട്ടി ഞങ്ങളുടെ പാർട്ടിയിലേക്ക് മുന്നണിയിലേക്ക് വരുന്നത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. ഇനി അവർ വരുന്നില്ല എന്നതുകൊണ്ട് ഞങ്ങൾ അവരുടെ പുറകെ ഒന്നും നടക്കാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, അവരുടെ പല പ്രാദേശിക നേതാക്കളും ചിലപ്പോൾ സിറ്റിംഗ് MLA-മാർ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമോ അല്ലെങ്കിൽ അതിനോടൊപ്പമോ ചേരുന്ന വിസ്മയ കാഴ്ച ഈ കേരളത്തിൽ നിശാന്തെ, അരുൺകുമാറെ നമ്മൾ കാണാൻ പോവുകയാണ്. സിറ്റിംഗ് MLA-മാരൊക്കെ പാർട്ടി വിട്ട് പുറത്തു വരുമെന്നൊക്കെ പറഞ്ഞാൽ വലിയ അവകാശവാദമാണ്. അത് വെറുതെ അങ്ങ് തട്ടുകയാണോ അതോ കാര്യമുള്ള കാര്യമാണോ? അല്ലല്ല, വെറുതെ തട്ടലല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ പറയല്ലോ.
പ്രമോദ് നാരായണൻ പറഞ്ഞെന്താ? പ്രമോദ് നാരായണൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു വേറിട്ട അഭിപ്രായമാണല്ലോ അദ്ദേഹം പറഞ്ഞ എന്താ കാര്യം? അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പുറത്ത് നിൽക്കാൻ പറ്റാത്ത നിലയിൽ അവരുടെ കാല് പൊള്ളുന്ന രീതിയിൽ അവർ നിൽക്കുന്നു. അവർക്ക് മാറേണ്ട സാഹചര്യമുണ്ട്. അത് വരും ദിവസങ്ങളിൽ പ്രകടമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങും ഏതാണ്ട് മധ്യ തിരുവിതാംകൂറിൽ പ്രവർത്തനമൊക്കെ നടത്തുന്ന ആളാണല്ലോ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ആളാണല്ലോ. അപ്പോൾ ആ പ്രദേശങ്ങളിലുള്ള കോട്ടയം ജില്ലയിലെ ചില മണ്ഡലങ്ങളിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അങ്ങേക്ക് കൂടി ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഒരു സംശയവും വേണ്ട, വിസ്മയം കേരളത്തിൽ ഉണ്ടാകും. അത് എത്ര ദിവസത്തിനകം എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അല്ല ഇതിനകത്ത് ദാമോദർ പ്രസാദ്, ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം ഉണ്ടായി എന്ന് വെച്ചാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒന്ന് കാറ്റുമാറി വീശി. അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ ഒരു പാർട്ടിയുടെ മുമ്പിൽ അത്ര അടിയന്തര ആവശ്യമുണ്ടോ? ആ പാർട്ടിക്ക് വെയിറ്റ് ചെയ്യല്ലേ ആ പാർട്ടി ചെയ്യേണ്ടത്? 3 മാസം കഴിഞ്ഞാൽ ഇത് തന്നെ ആവർത്തിക്കപ്പെടുമെന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതോ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള കാറ്റ് മാറുന്നു എന്ന ഒരു ഘടകം. രണ്ടാമത്തെ, നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ സ്വാഭാവിക ആവാസ സ്ഥലം DNA എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനൊപ്പമാണ്. അവിടെ നിൽക്കുമ്പോഴാണ് കൂടുതൽ ഒരു ബാർഗൈനിങ് പവർ കിട്ടുക. അവിടെ നിൽക്കുമ്പോഴാണ് കുറച്ചുകൂടി ഉറപ്പോടെ നിൽക്കാൻ പറ്റുക. അണികളും അല്ലെങ്കിൽ ഇപ്പം അതിനെ ബാക്ക് ചെയ്യുന്ന മത സാമുദായിക നേതൃത്വവും ഒക്കെ ആഗ്രഹിക്കുന്ന അതാണ് എന്ന മറ്റുള്ള അഭിപ്രായം പറഞ്ഞവരുണ്ട്. അപ്പം അങ്ങനെ ഏതർത്ഥത്തിൽ നോക്കിയാലും ഒരു ചേഞ്ച് എടുക്കാൻ സമയം രാഷ്ട്രീയമായി കേരള കോൺഗ്രസിന് മുന്നിൽ വന്നോ? അത് കഴിയാത്ത ഒരു സങ്കടാവസ്ഥയിൽ നിൽക്കുന്നതാണോ താങ്കൾ കാണുന്നത്? അതോ അവർക്ക് ഇനിയും വെയിറ്റ് ചെയ്യാനുള്ള സമയമുണ്ടോ? ഞാൻ നിഷാദ് ഒരു ചെറിയ വിസ്മയത്തെക്കുറിച്ച് പറഞ്ഞ സമയത്തെ എനിക്കതിനെക്കുറിച്ച് അനിൽകുമാർ പറഞ്ഞോട് ചെറിയ യോജിപ്പുണ്ട്. കാരണം ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ കുറച്ചാളും ബോംബ് കൂട്ടെന്ന് പറഞ്ഞു. പ്രതിപക്ഷ നേതാവിൻ്റെ പണിയാണ് ഈ വിസ്മയം. ഇങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്? കക്ഷിക്ക് രാഷ്ട്രീയം പറയാൻ ഒരുപാട് കാര്യമുണ്ട്. നല്ലൊരു പ്രതിപക്ഷ നേതാവാണ്. വിസ്മയം, ബോംബ് കൂട്ടുക, ഇതൊക്കെ പറയാൻ വേറെ കോൺഗ്രസ് നേതാക്കളുണ്ട്. ഇപ്പോൾ സേനാപതി വേണു പറയും, മനസ്സിലാക്കാം. പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം വിസ്മയം എന്തെന്നാ ഇത്? ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ അദ്ദേഹം മോശം പ്രതിപക്ഷ നേതാവല്ല, രാഷ്ട്രീയമൊക്കെ പറയുന്ന ആളാണ്. വിസ്മയം ഈ കാര്യമാറ്റത്തെക്കുറിച്ചാണ് ഈ പറയുന്ന വിസ്മയം എന്ന് പറയുന്നത്. ഈ അവസരവാദപരമായിട്ട് വൈഷ പോയിട്ടാണെങ്കിലും അവസരവാദപരമായിട്ട് തെരഞ്ഞ സമയത്ത് മാറുന്നതൊക്കെ കോൺഗ്രസിന് നേട്ടമാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ UDF നേട്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെൻഡ് കാറ്റ് മാറി വീശുകയാണെന്നൊരു ധാർമ്മികമായ ഒരു രീതിയിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുന്നുണ്ട്. പക്ഷേ ഈ പോകുന്ന ആൾക്കാരൊക്കെ വിശുദ്ധന്മാരും ആദർശവൽക്കരിക്കപ്പെടേണ്ട വ്യക്തികളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാര്യം അവരൊക്കെ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ സ്വന്തം സൗകര്യങ്ങളൊക്കെ ആസ്വദിച്ച് എല്ലാം നേടിയിട്ട് അവസരത്തിനൊത്ത് ചാടുന്ന ആൾക്കാർ. അവരൊക്കെ സത്യത്തിൽ ഒരു തരത്തിലും ഇതുപോലെ നിങ്ങൾ വെറുതെ ഈ ചാനൽ ചർച്ചയിൽ വന്ന് ഇപ്പോൾ എന്നെ പോലെ ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ അവർക്ക് ജനകീയ പിന്തുണ ഒരു മണ്ണാങ്കട്ടിയില്ല. അവർക്കൊന്നും ഈ പറഞ്ഞ ആൾക്കാരുടെ പേരൊന്നും പറഞ്ഞിട്ട് അവരൊക്കെ മാറി എന്നുള്ളത് CPM പോലെ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചുള്ള അതിൻ്റെ ജനകീയ അടിസ്ഥാനമൊന്നും നഷ്ടപ്പെടുന്നില്ല. ഒന്നും ഒരു കാര്യമില്ലാത്ത ആൾക്കാർ അവരൊക്കെ എന്തൊക്കെയോ ഒന്ന് ചാനൽ അതിനൊക്കെ CPM കുറ്റപ്പെടുത്തണം. യാതൊരു കാര്യമില്ലാത്ത ഒരു രാഷ്ട്രീയത്തെ ആൾക്കാരാണ് ചാനൽ ചർച്ചകളെല്ലാം ഇവർ പറഞ്ഞു വിട്ടിരുന്നത്. പക്ഷേ ഈ ഒരു മൂഡ് ആംബിയൻസും ഒക്കെ സൃഷ്ടിക്കാൻ ഈ അവകാശവാദികളിടയ്ക്ക് പറയാ അതിനൊരു സൈക്കോളജി ഇല്ലേ? എല്ലാവരും വന്നു, അടുത്ത പാർട്ടി വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞൊരു ഇലക്ഷൻ മൂഡ്. അതാണ്ട് ആ സൈക്കോളജി കോൺഗ്രസ് അതായത് ട്രെൻഡ് കോൺഗ്രസിന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന് ഒരു അനുകൂലമായിട്ടൊരു ട്രെൻഡ്, ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. കോൺഗ്രസ് ജയിക്കാൻ പോവുകയാണ്, കോൺഗ്രസിന് UDF മുന്നണി അധികാരത്തിൽ വരാൻ പോകുന്ന ഒരു ട്രെൻഡ് സൃഷ്ടിക്കാൻ UDF ഗുണകരമാണ്, സംശയമില്ല. പക്ഷേ ഞാൻ പോകുന്ന ആൾക്കാരെ ആദർശവൽക്കരിക്കുന്ന കുറിച്ച് ഇവർ വലിയ രാഷ്ട്രീയം പറഞ്ഞ് പോകുന്നതിനെ കുറിച്ചാണ് പറയുന്ന കാര്യം. ഞാൻ നിഷാദൻ്റെ പറഞ്ഞത് കേട്ടിരുന്നതിനെ കുറിച്ച് ആദർശവൽക്കരിക്കപ്പെടേണ്ട വ്യക്തിത്വമോ അല്ലെങ്കിൽ അവർക്ക് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്ന ആൾക്കാരൊന്നല്ല അവർ. പക്ഷേ UDF ഒരു വിജയമുണ്ട്. തീർച്ചയായിട്ടും UDF അനുകൂലമാണ് കേരളത്തിലെ രാഷ്ട്രീയമെന്ന് ഒരു പ്രതീതി സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തന്നെ നമുക്ക് വരുന്ന ദിവസങ്ങൾ കാണേണ്ട കാര്യമാണ്. കാരണം തീർച്ചയായിട്ടും ഇടതുപക്ഷം കേരളത്തിൽ വേറുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചോളം 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റേതായ രാഷ്ട്രീയ അടിത്തറയുള്ള പാർട്ടിയാണ്. അവരുടെ വലിയ വലിയ ക്യാമ്പയിനുകളുണ്ട്. അപ്പോൾ ഏത് രീതിയിലൊക്കെ സ്വീകരിക്കും ഇതൊക്കെ കണ്ടറിയേണ്ട കാര്യങ്ങളാണ് നമ്മൾ. ഒപ്പം പക്ഷേ പറയണത് കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ അത് ജോസ് കെ മാണിയെ ബന്ധപ്പെട്ട് തന്നെയാണ് അതിനെ കാണേണ്ടത്. നിങ്ങളതിന് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ സമയത്ത് അതിനെന്ത് വലിയ രാഷ്ട്രീയ ഐഡിയോളജി വലിയ ഇതായിട്ടുണ്ട്. തീർച്ചയായിട്ടും കെ മാണിയെ ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. അതുമായി ബന്ധപ്പെട്ട് കുറേ വോട്ട് മധ്യ തിരുവിതാംകൂർ മേഖലയുണ്ട്. പക്ഷേ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ അതിജീവനം തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ആ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു പക്ഷേ സഭയുടെയൊക്കെ സമ്മർദ്ദമുണ്ടായിരുന്നൊക്കെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും നമുക്കറിയാം അത്തരം വോട്ടൊക്കെ കുറച്ചു കാലം കോൺഗ്രസ് നിന്നൊക്കെ ഒരു അകന്നുപോയ വോട്ടുകളൊക്കെ തീർച്ചയായിട്ടും കോൺഗ്രസ് അനുകൂലമായി മാറുന്നൊരു ട്രെൻഡ് പല സ്ഥലങ്ങളിലും തൃശ്ശൂരും മധ്യ തിരുവിതാംകൂറൊക്കെ കാണാൻ സാധിക്കുന്നത് പ്രകടമായി തന്നെ കാണാൻ പറ്റും. അതുപോലെ സഭാ നേതൃത്വമായെങ്കിലും അവരുടെ പത്രങ്ങളൊക്കെ ആണെങ്കിലും അത്തരം അനുകൂലമായി ഒരു സമയം എടുക്കുന്നുണ്ട്, LDF വിരുദ്ധമായ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസിനെ വോട്ടർ ബേസിനെ ബാധിക്കുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ അപ്പോഴും ഇവിടെ പ്രധാനപ്പെട്ട കാര്യം KM മാണിയുടെ മകൻ ജോസ് കെ മാണിയുടെ അതിജീവനത്തിൻ്റെ രാഷ്ട്രീയം തന്നെ ഇതിൻ്റെ അകത്തുള്ളത്. ഒരു തവണ പാലയിൽ അദ്ദേഹം തോൽക്കുകയാണെങ്കിൽ LDF കാൻഡിഡേറ്റ് പിന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് വട്ടപൂജ്യത്തിലേക്ക് പോകും. പ്രത്യേകമൊന്നുമില്ല. കാര്യം ഇന്ന് ഒരു ഭാഗ്യവശാലോ അല്ലെങ്കിൽ ഇദ്ദേഹം റോഷി അഗസ്റ്റിൻ ജയിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് LDF അധികാരത്തിൽ വന്നോട്ടെ UDF അധികാരത്തിൽ വന്നോട്ടെ അദ്ദേഹത്തിൻ്റെ ഈ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവി കഴിഞ്ഞു. അപ്പോൾ അത്തരമൊരു നിർണായക സന്ധിയിൽ
പാലയിൽ നിന്നാൽ പാലയിൽ തന്നെ UDF ഒരു സീറ്റ് വാങ്ങിക്കൊടുത്താൽ ചിലപ്പോൾ നിന്ന് ജയിക്കാൻ സാധ്യത പുതിയ ട്രെൻഡ് മധുരാങ്കൂറിലൊക്കെ ഒരു മാറിയ ട്രെൻഡ് അനുസരിച്ച് ജയിക്കുക എന്നുള്ള ആ മനുഷ്യൻ ചിലപ്പോൾ ആലോചിക്കേണ്ടാവുക. നിങ്ങൾ വിശാലമായ രാഷ്ട്രീയ ചിന്തയൊന്നും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടാവില്ല. ഇത് അണികൾ മനസ്സിലാക്കേണ്ട കാര്യം മധുരാങ്കൂറിൽ വന്ന മാറ്റങ്ങളൊക്കെ അണികൾക്കും തീർച്ചയായും മനസ്സിലാക്കും. അപ്പോൾ ഇത്രയൊക്കെ അതിന് തികച്ചും വ്യക്തിപരമായ രാഷ്ട്രീയത്തിന് സ്വഭാവമുണ്ട്. അതിൻ്റെ രാഷ്ട്രീയമായ മറ്റൊരു ഉള്ളടക്കം അതിനില്ല. അത് നമ്മളുണ്ടാക്കുന്ന ഉള്ളടക്കമാണ്. രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ തന്നെ കേരള കോൺഗ്രസ് ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പ് കുറേ കാലം LDFിലായിരുന്നു, പിന്നീട് ഇപ്പോൾ അങ്ങോട്ട് പോയി. അപ്പോൾ ഈ കേരളത്തിൽ അങ്ങനെയൊക്കെ അതായത് ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന നിലയ്ക്ക് ലെഫ്റ്റിൻ്റെ, പക്ഷേ ലെഫ്റ്റിന് അങ്ങനെ പൊളിറ്റിക്കൽ ഐഡിയോളജി ഇപ്പോൾ ഇന്നില്ലല്ലോ. അങ്ങനെ പൊളിറ്റിക്കൽ ഐഡിയോളജിയിലൊന്നും ലെഫ്റ്റ് നിൽക്കുന്നത്. ലെഫ്റ്റിന് ഇപ്പോൾ കേരള കോൺഗ്രസിൽ ആരെയും കൂട്ടിച്ചേർത്ത് മുന്നണി ഉണ്ടാക്കുന്നതിൽ പ്രത്യേകിച്ച് അങ്ങനെ ഇപ്പോൾ 87 പള്ളിയും പട്ടക്കാരെയും മാറ്റി നിർത്തുന്ന പറഞ്ഞ EMSൻ്റെ കാലത്തല്ല പിണറായി വിജയൻ്റെ രാഷ്ട്രീയം നിൽക്കുന്നത്. അത് സമുദായങ്ങളെ കൂട്ടിച്ചേർക്കുക, സാമുദായികമായിട്ടുള്ള എന്താ പറയുക ഇടപാടുകൾ നടത്തുക. അതായത് UDF 80കളിലൊക്കെ ചെയ്യുന്ന രാഷ്ട്രീയം തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. സമുദായ നേതാക്കളെ വീട്ടിൽ പോവുക, അവരെ കാണുക, NSS നേതാക്കളെ കാണുക, SNDP നേതാക്കളെ കാണുക. അപ്പോൾ 80കളിൽ UDFും കരുണാനൊക്കെ പയറ്റിയ രാഷ്ട്രീയം തന്നെ ഇപ്പോൾ നമ്മൾ LDFിൽ കണ്ടുകൊണ്ട് പൊളിറ്റിക്കൽ ഐഡിയോളജിയൊക്കെ ഈ പാവം KS അരുൺകുമാറിനെ പോലെ അവർക്കുണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ ഔദ്യോഗികമായിട്ട് CPMനോ LDF നേതൃത്വത്തിനോ ഒന്നും ഇല്ല എന്നുള്ള വളരെ വ്യക്തം. കഴിഞ്ഞ കുറച്ച് കാലം നമ്മൾ കാണുന്ന കാര്യം അതാണ്. കാര്യം ഇതുപോലുള്ള ഇടപാടുകളാണ് പ്രധാനമായിട്ട് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരള കോൺഗ്രസ് എടുത്തുകയും അങ്ങനെയൊക്കെ ഒരു കാര്യം നിലനിൽക്കുന്നുണ്ടാവും. പക്ഷേ കേരള കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാന ഘട്ടം ിലേക്കാണ് കടക്കുന്നത്. ഈ 3 മാസം വളരെ പ്രധാനപ്പെട്ട നിർണായകമാണ്. ഇനിയും ദിവസങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കണ ഇത് ഒരു അത്യന്തികമായ തീരുമാനം എന്ന് പ്രഖ്യാപിക്കപ്പെട്ടാലും ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ അകത്ത് അടിയൊഴുക്കൾ ഉണ്ടാകാൻ പോകണമെന്ന് അറിയില്ല. ഇതിന് മുമ്പിൽ നമ്മുടെ മുമ്പിലെ കാര്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം കാണുന്ന മധുരാങ്കൂറിലെ മാറ്റം എന്ന് പറഞ്ഞാൽ UDF അനുകൂലമായൊരു ട്രെൻഡ് ഉണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. കാര്യം ആ ട്രെൻഡിനെ തള്ളിക്കളയാൻ കേരള കോൺഗ്രസിന് ഈ ദിവസവും കഴിയുന്നു എന്നത് ഒരു രാഷ്ട്രീയമായ അല്ല നിഷ, അതിനെന്താ തള്ളിക്കളയുന്നു പറയുന്ന സമയത്ത് സാമുദായികമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ അവർ ഇതായത് ഒരു കൺവിൻസിങ് ആർഗ്യുമെന്റ് ഇപ്പോൾ തീർച്ചയായിട്ടും ഈ LDFിലേക്ക് പോകുന്ന സമയത്ത് അന്നതൊരു കൺവിൻസിങ് ആർഗ്യുമെന്റ് ഈ ജില്ലാ പഞ്ചായത്ത് ഇന്ന് എന്ത് കൺവിൻസിങ് ആർഗ്യുമെന്റ് പറയും? ഉറപ്പായി CPM അവർ ആക്രമണം അഴിച്ചുവിടും. CPM അതിൻ്റെ മിഷണറി ഉണ്ട്. എന്ത് അടിസ്ഥാനത്തിൽ പറയും? എന്ത് അവഗണിച്ച് പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. എന്തടിസ്ഥാനത്തിലാണ് മാറുന്നതിന് എന്തെങ്കിലും രാഷ്ട്രീയമായി ആൾക്കാരെ ബോധിപ്പിക്കണ്ടേ? കാരണരഹിതമായ അന്തരീക്ഷമാണ് അവരുടെ തടസ്സം എന്നാണ്. അരുൺകുമാർ, കേരള കോൺഗ്രസിന്റെ ചരിത്രം എടുത്താൽ അതിന് എവിടെ നിന്നെങ്കിലും എങ്ങോട്ടെങ്കിലും മാറുന്നതിന് ഒരു ഘട്ടത്തിൽ അത് UDFിൽ നിന്ന് മാറിയെന്നല്ലോ മാണി സാറിന്റെ കാലത്ത്. അതായത് പാർട്ടി ലീഡറെ അപമതിക്കാൻ UDF നേതൃത്വത്തിലെ ചില ആളുകൾ പണിയെടുത്തു എന്ന സംശയത്തെ മുൻനിർത്തി ഞങ്ങൾ ഇവിടെ നിന്ന് മാറുകയാണെന്ന് മാണി സാർ പ്രഖ്യാപിച്ചു. എങ്ങോട്ടേക്കും പോയില്ല, മാറി കുറച്ച് നിന്നു. അങ്ങനെയൊക്കെയുള്ള വളരെ കൗതുകകരമായ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മെയ്വഴക്കം അവർക്കുണ്ട്. എന്ന് മാത്രമല്ല, കേരള കോൺഗ്രസ്സുകാരുടെ കാര്യം എടുത്താൽ അതിന് പിളരാം, അതിന് മാറാം. ആ പ്രിവിലേജ് കേരളം കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഓഡിറ്റിലേക്കൊന്നും പോകും തോന്നില്ല ആൾക്കാർ അവരുടെ കാര്യത്തിൽ. സോ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ സീറ്റ് വേണം, അതിനപ്പുറമുള്ള സീറ്റുകൾ വേണം, 13-നപ്പുറം എന്നൊക്കെ ജോസ് കെ മാണി പറയുന്നുണ്ട്. ഇനിയും ഒരസലിൻ്റെയും അകലത്തിൻ്റെയും പിണങ്ങലിൻ്റെയും ഒക്കെ സാധ്യതകൾ വന്നുകൂടുകയില്ല എന്നല്ലേ അരുൺ? മിസ്റ്റർ നിഷാദ്, ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും അത് ഏത് മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആയാലും ഞങ്ങൾ വളരെ ശക്തമാണ്, കൂടുതൽ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ സീറ്റ് വേണം എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന 13 അടുത്ത തവണ ഞങ്ങൾക്ക് 11 മതി 10 മതി എന്ന് ആരും പറയില്ലല്ലോ. അപ്പൊ അതാത് രാഷ്ട്രീയ പാർട്ടികളുടെ അവകാശമാണ് ഇത്തരത്തിലുള്ള ഒരു ഡിമാൻഡ് മുന്നോട്ട് വയ്ക്കുക. ഇതെല്ലാം എങ്ങനെ കൺസിലിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നതാണ്. അത് ഉഭയകക്ഷി ചർച്ചയിലൂടെ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരെയും വിശ്വാസത്തിലെടുത്ത് അന്തസ്സോടെ സീറ്റ് വിഭജന ചർച്ച തീർക്കാൻ LDFിന് കഴിയും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരാശങ്കയും ഞങ്ങളെ ബാധിക്കുന്നില്ല. പ്രധാനമായും UDFിന്റെ പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞ 1-2 കാര്യങ്ങളോട് വിയോജിപ്പുണ്ട്. അദ്ദേഹം പറയാണ് ഇപ്പോഴും UDF ജയിച്ചത് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ വിജയിച്ചു, 154ഓളം പഞ്ചായത്ത് നിങ്ങൾ കൂടുതലായിട്ട് ജയിച്ചു. ഞങ്ങൾക്ക് ഉദ്ദേശിച്ച വിജയം നേടാൻ കഴിഞ്ഞില്ല. ജില്ലാ പഞ്ചായത്തിൽ മാത്രമാണ് കട്ടക്ക് ഞങ്ങൾ പിടിച്ചു നിന്നത് 7 എന്ന രൂപത്തിൽ. ബാക്കി എല്ലായിടത്തും ഞങ്ങൾക്ക് കുറവുണ്ടായിട്ടുണ്ട്. ഇതെല്ലാം അഡ്മിറ്റ് ചെയ്ത വോട്ടിംഗ് ശതമാനവും കണക്കും എല്ലാം പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഇപ്പോൾ 110 സീറ്റ് ലീഡ് ചെയ്ത നിങ്ങൾ 83-ൽ 81ലേക്ക് പോയി എന്നുള്ളത് കണക്കാണ്. 19 സീറ്റ് മാത്രം കയ്യിലുണ്ടായിരുന്ന ഞങ്ങൾ 1.5 വർഷം കൊണ്ട് 57 സീറ്റിലേക്ക് വ്യത്യാസം വന്നു എന്നതും കണക്കാണ്. ആ സമയത്ത് ആങ്കർ എന്നോട് ചോദിച്ചത് ഇപ്പോഴും വ്യത്യാസമുണ്ടല്ലോ. ഞാൻ പറയട്ടെ, 39 മണ്ഡലങ്ങളിൽ വ്യത്യാസം 10,000 വോട്ടിന്റെ താഴെ വ്യത്യാസമാണ്. അതായത് 1000 വോട്ടിന്റെ വ്യത്യാസമുള്ള 3 മണ്ഡലമുണ്ട്. 1000-2000 വോട്ടിന്റെ വ്യത്യാസമുള്ള 7 മണ്ഡലമുണ്ട്. നോക്ക്, 1000-2000 വോട്ടിന്റെ വ്യത്യാസം 7 മണ്ഡലം. അപ്പോൾ 2000 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് 10 മണ്ഡലം. 2000-3000 അങ്ങനെ നോക്കുമ്പോൾ 5 മണ്ഡലം. അങ്ങനെ നോക്കുമ്പോൾ 39 മണ്ഡലം. ഒരു തെരഞ്ഞെടുപ്പ് ഒരു 3-3.5 മാസം കൊണ്ട് പ്രവർത്തനം കൊണ്ട് വോട്ട് മറയാം. 10,000 വോട്ടിന്റെ വ്യത്യാസം പറഞ്ഞാൽ 5000 വോട്ട് മറഞ്ഞാൽ മതി. പുതിയ വോട്ട് വരുന്നു, മറ്റ് സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ കേരളത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നിർണ്ണയിക്കുന്നത്
ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം തന്നെയാണ്. അത് വികസനത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ചർച്ചയാണ്, ക്ഷേമ പദ്ധതികളുടെ ചർച്ചയാണ്, പശ്ചാത്തല വികസനത്തിന്റെ ചർച്ചയാണ്. ആ സമയത്താണ് ജീവിതത്തിന്റെ ഒരു മനുഷ്യായസിന്റെ 1/3 പൊതുപ്രവർത്തന രംഗത്ത്, ഒരു പാർലമെന്ററി രംഗത്ത് നിന്ന ഒരു സീനിയർ ലീഡറെ അവർ രാഷ്ട്രീയം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് വീട്ടിൽ പോയിരുന്ന 71 ജില്ലാ കമ്മിറ്റി യോഗം നടക്കുമ്പോൾ അതിൽ ഒരു കമ്മിറ്റിയിൽ പോലും പങ്കെടുക്കാതെ 71ൽ 0 അറ്റൻഡൻസ് ഉള്ള ഞാൻ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞ് വീട്ടിൽ പോയിരുന്ന ഒരു നേതാവിനെ എങ്ങനെയോ അടത്തിയെടുത്ത് കൊണ്ടുവന്നിട്ട് ദേ വിസ്മയം വിസ്മയം എന്ന് പറയുന്നതിന്റെ രാഷ്ട്രീയം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. 2 തവണ മത്സരിച്ച 52 പേരെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF മാറ്റി നിർത്തിയത്. എന്താ പറഞ്ഞ, അവർക്ക് കഴിവില്ലാഞ്ഞിട്ടല്ലോ, പുതുതലമുറയ്ക്ക് അവസരമൊരുക്കാൻ. എന്നാൽ ധൈര്യസമേതം ഞങ്ങൾ അഭിമാനത്തോടെ പറയട്ടെ, ആ 52 പേർക്ക് പകരം വന്ന 52 പേരും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. അങ്ങനെ S രാജേന്ദ്രനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അവിടെ ചെറുപ്പക്കാരൻ DYFക്കാരൻ A രാജയെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചു. അത്തരത്തിൽ സീറ്റ് കിട്ടാതെ വരുമ്പോൾ പലരും തെന്നിമാറും, അതെല്ലാം മുന്നണിയിലുണ്ട്. പക്ഷേ അതെല്ലാം വലിയ രാഷ്ട്രീയ നയവ്യത്യാസമാണ് എന്ന് ചിത്രീകരിച്ചാൽ ഈ കോൺഗ്രസിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ എന്താ, നിങ്ങൾക്ക് 4 മുഖ്യമന്ത്രിമാരായി കേരളത്തിൽ ഉണ്ടായിരുന്നേ. ആ 4 മുഖ്യമന്ത്രിമാരിൽ 3 മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഇപ്പൊ എവിടെയാ? ശ്രീ K കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലൻ എവിടെയാ? BJPയുടെ സംസ്ഥാന നേതൃത്വത്തിലല്ലേ. അതുപോലെ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി എവിടെയാ? R ശേഖറിന്റെ മകൻ മോഹൻ ശങ്കർ എവിടെയാ? R ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കർ എവിടെയാ? 4 പേരിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ഒഴിച്ച് ബാക്കി 3 പേരും BJP നേതാക്കന്മാരല്ലേ. അപ്പം കോൺഗ്രസ് നേതാക്കന്മാരുടെ ഓരോ ചരിത്രം എടുത്ത് പരിശോധിച്ച എന്റെ വാദമാണോ വിജയിക്കുക, താങ്കളുടെ വാദമാണോ വിജയിക്കുക? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയം നിങ്ങൾക്ക് ഉയർത്താൻ കഴിഞ്ഞോ? 1.5 കൊല്ലമായി പിരിച്ച പണം മുഴുവൻ അക്കൗണ്ടിൽ ഇട്ടിട്ട് 100 വീട് കോൺഗ്രസ്, 100 വീട് കർണാടകം, 100 വീട് രാഹുൽ ഗാന്ധി, 30 വീട് യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് ഒരു വീടിന് തറക്കല്ലിടാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? 416 വീടിന്റെ പണി പൂർത്തീകരിച്ച് ഈ മാർച്ച് മാസം കൈമാറും. അതുപോലെ 110 പേരാണ് ഗവൺമെന്റിന്റെ വീട് വേണ്ട, ഞങ്ങൾക്ക് പ്രത്യേകം വീട്, 15 ലക്ഷം രൂപ ഗവൺമെന്റിന്റെ സഹായവും വാങ്ങിച്ചുകൊണ്ട് പോയത്. ഇതിൽപ്പെടാത്ത ആർക്കാണ് നിങ്ങൾ വീട് വെച്ചു കൊടുക്കുന്നത്? ഇത്തരത്തിൽ തട്ടിപ്പ്, വെട്ടിപ്പ്, അനാശാസം എല്ലാം കോൺഗ്രസിന്റെ മുഖമുദ്രയായ ഈ സാഹചര്യത്തിലാണ് ഒരു രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്താൻ കഴിയാതെ വിസ്മയം വിസ്മയം എന്ന് പറഞ്ഞു വന്നത്. ആ വിസ്മയം പറഞ്ഞു വരുമ്പോഴാണ് ബീഹാറിലെ മുഴുവൻ കോൺഗ്രസുകാരും NDA ആയി മാറിയിരിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസുകാരെല്ലാം വിളിച്ചോ വിളിച്ചോ എന്ന് ചോദിക്കുന്ന സാഹചര്യം. അതുകൊണ്ട് പല വിസ്മയവും തിരിച്ചു സംഭവിക്കും. ദാമോദർ പ്രസാദ്, ഞാനന്ന് സേനാപതി വേണിലേക്ക് പോകുന്നതിന് മുമ്പേ ഇതിനകത്ത് ഇപ്പോ മുസ്ലിം ലീഗ് ഭയങ്കരമായ ഇനിഷ്യേറ്റീവ് എടുത്തു. കേട്ടില്ല, പ്ലീസ് നൗഷാദ്, അര സെക്കൻഡ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് താങ്കൾ കേട്ടില്ല. വിസ്മയം വിസ്മയം എന്ന് പറഞ്ഞ് LDFന്റെ ഭാഗത്ത് നിൽക്കുന്ന പലരും UDFിലേക്ക് വരുമെന്ന് ആശ്വസിച്ച് സ്വപ്നം കണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നേരെ തിരിച്ചായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്ന പലരും അണിനിരക്കാൻ പോകുന്നത് ഇപ്പുറത്തേക്കായിരിക്കും. LDFന്റെ CPIMന്റെ അവകാശവാദം. ഞാൻ ചോദിക്കുന്നത്, ദാമോദർ പ്രസാദ്, ലീഗിന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ജോസ് കെ മാണിയെ കൊണ്ടുവരാം എന്ന്. മാണി സാറിന്റെ പാർട്ടിയുടെ വന്നാൽ അവരതിനകത്ത് കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ ഇപ്പം മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്, SDPI എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ചാപ്പ UDFന്റെ വിജയസാധ്യതയെ തകർക്കുമോ, അതിന്റെ പാൻ കേരള അക്സെപ്റ്റൻസിനെ ബാധിക്കുമോ എന്ന് വല്ലാത്ത കൺസേൺ മുസ്ലിം ലീഗിനുണ്ട്. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയുടെ, മാണി സാറിന്റെ പാർട്ടിയെ കൊണ്ടുവന്ന് ആ ബാലൻസ് കീപ്പ് ചെയ്യുക. UDFന്റെ ഒരു സ്വഭാവം തന്നെ അതാണല്ലോ, എല്ലാ സാമുദായിക സമവാക്യങ്ങളും ഓക്കെ ആക്കി പോകുക, അല്ലാതെ അങ്ങനെ ഒരു പക്ക വോട്ട് ബേസിന്റെ അടിസ്ഥാനത്തിലല്ല അത് മൂവ് ചെയ്യുന്നത്. സോ അത് ലീഗിന് പ്രത്യേകമായ കൺസേൺ ഉണ്ടായിരുന്നു. അത് പാളിയോ? തീർച്ചയായും ലീഗ് ഒരു എഫേർട്ട് എടുത്തിട്ട് പി കുഞ്ഞാലിയുടെ വ്യക്തിപര എഫേർട്ട് എടുത്ത് അത് പോസിറ്റീവായിട്ട് എഫേർട്ടാക്കി കൊണ്ടു. അത് പക്ഷേ ദീർഘകാലമായിട്ട് നമുക്ക് UDFിനെതിരെയുള്ളൊരു ആരോപണമായിട്ട് കുഞ്ഞുമാണിയും കുഞ്ഞാപ്പയും ഒരുമിച്ചുള്ളൊരു ആരോപണം LDF ഫണ്ട് ഉയർത്തിയിട്ടുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ ആ നിലയ്ക്ക് K മാണിയുടെ ഒരു പ്രസ്ഥാനവും അതുപോലെ തന്നെ കേരളത്തിൽ ആസൂത്രിതമായിട്ട് ഇവിടെ വലതുപക്ഷവും ഇവിടുത്തെ പലതര ചിദ്രശക്തികളും മുസ്ലിം സമുദായം, ക്രിസ്ത്യൻ സമുദായം, കത്തോലിക് സമുദായം തമ്മിലുള്ള അന്തഃഛിദ്രം വർദ്ധിപ്പിക്കാനൊക്കെ വളരെ ബോധപൂർവമായിട്ടുള്ള ഹിന്ദുത്വ പ്രേരണയിൽ നടത്തുന്ന ശ്രമങ്ങളൊക്കെ തന്നെ അതിജീവിക്കാനുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി മുസ്ലിം ലീഗ് വളരെ പോസിറ്റീവായി ചെയ്തിട്ടുണ്ടാവാം. അത് കത്തോലിക്ക സഭയായിട്ടുള്ള അടുത്ത ബന്ധം പുലർത്തുന്നതാണ് കേരള കോൺഗ്രസ്. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അതൊരു നെഗറ്റീവ് പൊളിറ്റിക്സിൻ്റെ ഭാഗമല്ല. അപ്പോൾ ആ നില അത് രാഷ്ട്രീയമുണ്ടല്ലോ, സ്വാഭാവിക രാഷ്ട്രീയമായിട്ടും അങ്ങനെ ഒരു കേരള കോൺഗ്രസ് മുന്നണി കൊണ്ടുവരികയോ കത്തോലിക്ക സഭയുടെ പിന്തുണ കിട്ടുകയോ ചെയ്യുന്നത് മുന്നണിയുടെ സ്വഭാവം മാറും. മാത്രമല്ല LDFിനെക്കാളും തീർച്ചയായിട്ടും ഈ സാമുദായിക നേതൃത്വത്തിനൊക്കെ കുറച്ചും കൂടി ബാർഗൈനിങ് പോലെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നതും UDF ആയിട്ടായിരിക്കും. കാര്യം പിണറായി വിജയനെ പോലെ ലീഡർഷിപ്പിനോട് അത്ര എളുപ്പത്തിൽ, പിണറായി വിജയൻ അതിനോടൊക്കെ യോജിച്ച് പോകുന്ന ആളാണെങ്കിലും അതിനേക്കാളും സൗകര്യം ഒരുപക്ഷെ ഈ UDF ലീഡർഷിപ്പിനോടായിട്ടും നെഗോഷിയേറ്റിനായിരിക്കും. അപ്പോൾ ആ നിലയിൽ കേരള കോൺഗ്രസിനെ കൊണ്ടുവരാനുള്ള LDFിൻ്റെ മുസ്ലിം ലീഗിൻ്റെ ശ്രമം താൽക്കാലികമായി പാളിപ്പോയെങ്കിലും അത് തുടരാനുള്ള സാധ്യത നല്ലോണം കണ്ടു. കാര്യം മുസ്ലിം ലീഗിൻ്റെ എഫേർട്ട് മുഴുവൻ നിലയ്ക്ക് തന്നെയായിരിക്കും. പ്രത്യേക കാര്യം നമ്മൾ കാണുന്ന
വാർത്ത വായിച്ചത് നമ്മുടെ മാണി സി കാപ്പനോട് വളരെ വ്യക്തിപരെ ഇവിടെ കൊണ്ടുവന്ന് ചർച്ച ചെയ്ത് കാര്യങ്ങൾ നീക്കാൻ ശ്രമിച്ചു. അത് വലിയൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. ആ എഫേർട്ട് നിർത്താനുള്ള സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ അതിൽ നിന്ന് പല വഴികളും ഇനിയും ആസൂത്രണം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഏത് രൂപത്തിലാണ് രൂപപ്പെടുന്നത് കണ്ടറിയണം. സ്വാഭാവികമായിട്ടും ഈ വിസ്മയം എന്നൊക്കെ സതീശൻ പറയുന്ന സമയം സംഭവിക്കുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ LDFനെ കൂടുതൽ അലർട്ട് ആക്കുകയാണ് ചെയ്യുന്ന തരത്തിൽ ചെയ്യുന്നത്. കാര്യം ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള alert വിസ്മയം ചെയ്യുന്നത്. വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കുഴപ്പത്തിൽപ്പെടുകയാണ് ചെയ്തത്. കാരണം ഇതൊരു ഘട്ടം കഴിഞ്ഞാൽ അത് കൗണ്ടർ പ്രൊഡക്റ്റീവ് ആകുമല്ലോ, വിരുദ്ധ ഫലം ഉണ്ടാക്കും. നിങ്ങൾ പറയുന്ന ആൾക്കാരൊന്നും വരുന്നില്ല എന്ന് തോന്നുമ്പോൾ ആളുകൾക്ക് അത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സംഗതിയുള്ളൂ, നെഗറ്റീവ് ഫീൽ ഉണ്ടല്ലോ. എന്നത് മാത്രമല്ല CPM പറയുന്നത് തിരിച്ചാ സംഭവിക്കാൻ പോകുന്നതാണ്. അല്ല, ശ്രീ NK പ്രേമചന്ദ്രൻ എപ്പോഴാ UDF വരുന്നത്? തെരഞ്ഞെടുപ്പ് സീറ്റ് ചർച്ച അതിൻ്റെ മൂർധന്യത്തിൽ നിന്ന് അവർക്ക് സീറ്റില്ല എന്നുള്ള ഘട്ടത്തിൽ മുമ്പ് ശ്രേയാസ് കുമാറിൻ്റെ ഇപ്പോഴത്തെ പാർട്ടി MP വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി അദ്ദേഹം UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് പാലക്കാട് മത്സരിക്കുന്നത് എപ്പോഴാണ് അവർ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നത്? 6 മാസം മുമ്പേ 3 മാസം മുമ്പേ ഉള്ള ചർച്ചയിലാണ് അല്ലല്ലോ. അപ്പോൾ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ, അതാ ദാമോദർ പ്രസാദ് സാർ പറഞ്ഞത്, അവിടെ എന്താ പറഞ്ഞ ചില ഫ്ലെക്സിബിൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ പ്രത്യേകിച്ച് ഇവർക്ക് അത് എടുക്കേണ്ടി വരും. അത് വരും ദിവസങ്ങളിൽ ഇവരെത്രമാത്രം അലർട്ടായി, ഇവരെപ്പോഴും അലർട്ടല്ലാത്തത്, ഇവരെപ്പോഴും അലർട്ടായിരുന്നല്ലോ. ഇവരുടെ അലർട്ട്നെസ്സിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇവരെ ജയിക്കാനുള്ള ശക്തിയിലേക്ക് ഇപ്പോൾ ഞങ്ങൾ പോകുന്നു. ഇവര് 5 or 6 പേര് ഇനി BJP-കാരൻ്റെ വീട്ടിൽ പോയിരുന്ന് ചർച്ച നടത്തിയാൽ, അല്ലെ കേരള കോൺഗ്രസ്സുകാരൻ്റെ വീട്ടിൽ പോയി ചർച്ച നടത്തിയാൽ, അല്ലെ രാഷ്ട്രീയം ഇല്ലാത്തവന്റെ വീട്ടിൽ പോയി ചർച്ച നടത്തിയാൽ ഒന്നും മാറുന്ന മനസ്സല്ല ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ. ആ കാര്യത്തിൽ രണ്ട് മുന്നണികൾക്കും വലിയ കോൺഫിഡൻസ് ഉണ്ട്. സമയം വളരെ കുറവാണ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് സഞ്ചരിക്കാൻ. നോക്കാം നമുക്ക് ഇനി എന്തൊക്കെ പൊങ്ങി വരുന്നുണ്ട് എന്ന്. ഞാൻ അവസാനിപ്പിക്കാൻ സമയം കഴിഞ്ഞു പോയി. താങ്ക് യു ശ്രീ അരുൺകുമാർ സേനാപതി വേണു, ശ്രീ ദാമോദർ പ്രസാദ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിലപാടുകൾ